Alhamdulillahi Rabbil Alameen. Wassalatu wassalamu ala rasulihil ameen. Wa ala alihi wa sahbihi ajma'in. Wa ala man ittaba'ahum bi ihsanin ila yawmiddin. Amma ba'd. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ കൊണ്ടാണ് നമ്മൾ ആരംഭിക്കുന്നത്. നമ്മളെ കൂട്ടത്തിലുള്ള ഏറ്റവും ചെറിയ കുട്ടി പോലും പഠിച്ചിട്ടുള്ളതും ആവർത്തിക്കുന്നതുമായ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. നമ്മളും സൂറത്തുൽ ഫാത്തിഹ ഓതാത്ത ഒരു മുസ്ലിം ഉണ്ടാവാൻ പാടില്ല. മുക്കല്ലഫായി അള്ളാഹുവിന്റെ കൽപ്പന ബാധ്യതയുള്ള പ്രായപൂർത്തിയെത്തിയ ഓർമ്മശക്തിയുള്ള ഒരാളാണെങ്കിൽ 5 നേരം നമസ്കരിക്കണം. നമസ്കാരത്തിന്റെ അടിസ്ഥാനപരമായ സൂറത്തുകളിൽ ഒന്ന് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുകളിൽ ഒന്നല്ല, ഒരു സൂറത്തെ നിർബന്ധമായി ഓതേണ്ടതുള്ളൂ. അത് സൂറത്തുൽ ഫാത്തിഹ. എല്ലാവർക്കും അറിയുന്ന ഒരു സൂറത്താണ് അർത്ഥം. നമ്മളൊക്കെ പരിചയപ്പെട്ടത് ഈ സൂറത്തിനെ പറ്റി സൂറത്തുൽ ഫാത്തിഹ. ഫാത്തിഹ എന്ന് പറഞ്ഞാൽ തുടക്കം എന്നാണ് അർത്ഥം. ഫാത്തിഹത്ത് എന്ന് പറഞ്ഞാൽ പ്രാരംഭം. അപ്പൊ പ്രാരംഭത്തിലുള്ള സൂറത്ത് എന്ന അതിന്റെ എണ്ണത്തിൽ ഒന്നാമത്തേത് എന്നതും മറ്റു പല കാര്യങ്ങളുടെയും തുടക്കവുമാണ് സൂറത്തുൽ ഫാത്തിഹ. വേറൊരു പേര് അതിനുള്ളത് ഫാത്തിഹത്തുൽ കിതാബ് എന്നാണ്. ഫാത്തിഹത്തുൽ കിതാബ് വേദഗ്രന്ഥത്തിലെ ഈ കിതാബിലെ പ്രാരംഭ സൂറത്ത് എന്നർത്ഥം. ഉമ്മുൽ ഖുർആൻ എന്നൊരു പേരും നമ്മളത് അറിഞ്ഞു വെക്കേണ്ട പേരുകളിൽ ഒന്നാണ്. ഉമ്മുൽ ഖുർആൻ, ഖുർആനിന്റെ ഉമ്മ. ഉമ്മ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നർത്ഥം. ഉമ്മുൽ ഖുറ, ഗ്രാമങ്ങളുടെ ഉമ്മയാണ് കഅബ, ഖിബ്ല, മക്ക എന്ന് പറയാറുണ്ട്. അപ്പൊ ഖുർആനിന്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഉമ്മയാണല്ലോ സൃഷ്ടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ അർത്ഥത്തിൽ ഉമ്മുൽ ഖുർആൻ. ഉമ്മുൽ കിതാബ്, വേദഗ്രന്ഥത്തിലെ ഉമ്മ എന്നും അതിന് പേര്. അപ്പൊ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹ, ഫാത്തിഹത്തുൽ കിതാബ്, ഉമ്മുൽ ഖുർആൻ, ഉമ്മുൽ കിതാബ്. വീണ്ടും അസാസുൽ ഖുർആൻ, ഖുർആനിന്റെ അടിത്തറ. ഖുർആനിൽ പറഞ്ഞ എല്ലാ വിഷയങ്ങളും സംക്ഷിപ്തമായി ചുരുങ്ങി ഈ സൂറത്തിനുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഒരു കെട്ടിടത്തിന്റെ എല്ലാ ഭാഗങ്ങളും അതിന്റെ തറന്മേലാണല്ലോ നിൽക്കുന്നത്. അപ്പൊ ഖുർആനിന്റെ തറ, അതിന്റെ അടിത്തറ, ഫൗണ്ടേഷൻ എന്ന അർത്ഥത്തിൽ അസാസുൽ ഖുർആൻ. മറ്റൊരു പേര് ഇതിനുള്ളത് അൽ കാഫിയ എന്നാണ്. അൽ കാഫിയ, മതിയാകുന്നത്. കഫാ ബില്ലാഹി ഹസീബ എന്ന് പറയാം. അതായത് ഈ സൂറത്ത് മതി മനുഷ്യന് അവന്റെ അള്ളാഹുവിനെ അറിയാൻ, അവന്റെ അഖീദ വിശ്വാസ കാര്യങ്ങൾ പഠിക്കാൻ, പ്രവാചകന്മാരെ പറ്റി പഠിക്കാൻ, അവന്റെ ബാധ്യതകൾ അറിയാൻ, വഴിതെറ്റിപ്പോയ മനുഷ്യന്മാരെ പറ്റി ബോധവാന്മാരാവാനൊക്കെ ഈ ഒരൊറ്റ സൂറത്ത് മതി. അതാണ് അൽ കാഫിയ എന്ന് പറയുന്നത്. പിന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതുകൊണ്ട് തുടങ്ങി എന്ന അർത്ഥത്തിൽ സൂറത്തുൽ ഹംദ് എന്ന ഒരു പേര് ഇതിനുണ്ട്. അതുപോലെ അതൊക്കെ ഹദീസിലുള്ളതാണ്. സൂറത്തുൽ ഹംദ്. അതുപോലെ സൂറത്തുൽ കൻസ്, നിധി. കൻസ് എന്ന് പറഞ്ഞാൽ നിധിയാണ്. നിധിയാണെന്ന് പറഞ്ഞാൽ നിധിയാണല്ലോ ഏറ്റവും വില കൂടിയത്. ആ അർത്ഥത്തിൽ അങ്ങനെ ഒരു പേരുണ്ട്. സൂറത്തു ദുആ, പ്രാർത്ഥന എന്ന അർത്ഥത്തിലുള്ള സൂറത്തുൽ ഫാത്തിഹയുടെ പകുതി ഭാഗം ദുആ, പ്രാർത്ഥന. ഇനി സലാത്ത് എന്ന് തന്നെ ഈ സൂറത്തിന് ഒരു പേരുണ്ട്. സലാത്ത്, നിസ്കാരം. സലാത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരമാണ്, നമുക്ക് എല്ലാവർക്കും. ആ ഒരു അർത്ഥത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖസംതു സലാത്ത് ബൈനി വബൈന അബ്ദി നിസ്ഫൈൻ എന്ന ഒരു ഹദീസിൽ കൂടി സലാത്തിനെ ഞാൻ 2ആയി വിഭജിച്ചു എന്ന് നബി പറഞ്ഞതാണ്. സലാത്ത് അത് നിസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഫാത്തിഹ, ലാ സലാത്ത ലിമൻ ലം യഖ്റഅ ബിഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹ ഓതാത്തവന് നമസ്കാരമില്ല.
അതായത് ഒരു ഒന്നാം റക്അത്തിൽ ഫാത്തിഹ കിട്ടിയില്ല, ഇമാമിന്റെ കൂടെ ഇമാമ് വന്നപ്പോ ഇമാം റുക്കോയിലേക്ക് പോകാൻ നിൽക്കുകയാണ്, അല്ലെങ്കിൽ സൂറത്തിന്റെ അവസാനമാണെങ്കിൽ നമ്മൾ ആ ഇമാമിന്റെ കൂടെ തുടർന്നാൽ ആ റക്അത്ത് കിട്ടും. പക്ഷെ രണ്ടാം റക്അത്തിൽ നമ്മൾ ഫാത്തിഹ ഓതണമല്ലോ. ഫാത്തിഹ ഓതാത്ത ഒരു നമസ്കാരമില്ല. ആ അർത്ഥത്തിൽ ലാ സലാത്ത ലിമൻ ലം യഖ്റഅ ബിഫാത്തിഹത്തിൽ കിതാബ്, ഫാത്തിഹ ഓതാത്തവന് നമസ്കാരമില്ല എന്ന അർത്ഥത്തിൽ ആ നമസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന നിലക്ക് ഇതിന് സലാത്ത് എന്നും പേരുണ്ട്. ഏതായിരുന്നാലും നമ്മുടെ ഒരു മുസ്ലിം ആവണമെങ്കിൽ നിർബന്ധമായ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അഫ്ളലുൽ ഇബാദാത്തിൽ ബദനിയ്യത്തി കുല്ലിഹാ അസ്സലാത്ത്, മനുഷ്യൻ ശരീരം കൊണ്ടെടുക്കുന്ന ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നമസ്കാരമാണ്. ഹജ്ജിന് പോകുക അറിയുമ്പോൾ നമ്മൾ വലിയ കാര്യമായി നമുക്ക് തോന്നും, കാര്യം തന്നെയാണ്, പ്രധാനപ്പെട്ടത് തന്നെയാണ്. അയാള് ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ, അല്ലെങ്കിൽ സക്കാത്ത് കൊടുക്കാനുള്ള ഭാഗ്യം ഉണ്ടല്ലോ, അയാൾക്ക് അള്ളാഹു തആല നിഅമത്ത് കൊടുത്തിട്ടല്ലേ, നോമ്പ് നോൽക്കാനുള്ള ശക്തി ഉണ്ടായല്ലോ എന്നൊക്കെ പറയും. പക്ഷെ അതിനേക്കാളൊക്കെ നമ്മളെ തടി കൊണ്ടെടുക്കുന്ന ഇബാദത്തിന്റെ കൂട്ടത്തിൽ നമസ്കാരമാണ് ഏറ്റവും ശ്രേഷ്ഠം. പക്ഷെ നമുക്കത് അതിന് ആ ഒരു വലിപ്പം, നമസ്കാരത്തിന്റെ വലിപ്പം അറിയാത്തത് നമ്മൾ ചെറുപ്പകാലത്ത് 2ാം വയസ്സിലുള്ള കുട്ടി തന്നെ അല്ലെങ്കിൽ 1ാമത്തെ വയസ്സിൽ തന്നെ ഉമ്മാന്റെയും ഉപ്പാന്റെയും കൂടെ നിസ്കരിച്ചു കൊടുക്കും, തലകുത്തി മറിഞ്ഞു കുറച്ചൊക്കെ കളിച്ചാലും. അപ്പൊ അതുകൊണ്ട് നമസ്കാരം നമ്മളുടെ ജീവിതത്തിന്റെ ഒരു നിത്യഭാഗമായതുകൊണ്ടാണ് അതിന്റെ പ്രാധാന്യം നമ്മൾക്ക് അത്രയധികം ബോധ്യപ്പെടാത്തത്. നമസ്കാരമാണ് ഏറ്റവും പ്രധാനമായത്. ഹജ്ജ് ചെയ്യാതിരുന്നാൽ കാഫിറാവുന്ന നബി പറഞ്ഞിട്ടില്ല, നോമ്പ് നോൽക്കാതിരുന്നാൽ കാഫിറാവില്ല, നിഷേധിയാവും. നിസ്കരിക്കാതിരുന്നാൽ മൻ തറക്ക സ്വലാത്ത മുതഅമ്മിദൻ ഫഖദ് കഫർ, ബോധപൂർവം ഒരാൾ നമസ്കാരം ഉപേക്ഷിക്കുകയാണെങ്കിൽ നിഷേധിയായത് തന്നെയാണ്, നിഷേധികളുടെ കൂട്ടത്തിലാണ്. ബൈനനാ വബൈനഹും അൽ അഹ്ദുല്ലദീ ബൈനനാ വബൈനഹും അസ്സലാത്ത് ഫമൻ തറക്കഹ ഫഖദ് കഫർ. അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം നബി ഇത് പറയുന്നത് മുശ്രിക്കീങ്ങളെ ചൂണ്ടിക്കൊണ്ടാണ്. ഓലും നമ്മളും തമ്മിലുള്ള വ്യത്യാസം, നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, ഓലും നിസ്കരിക്കണില്ല. ഓല് ഹജ്ജ് ചെയ്യുന്നുണ്ട്, മുശ്രിക്കീങ്ങൾ ഹജ്ജ് ചെയ്തിരുന്നു. മുശ്രിക്കീങ്ങള് ഒരുപക്ഷെ മുസ്ലിങ്ങളെക്കാളും കൂടുതൽ ദാനധർമ്മം ചെയ്തിരുന്നവരാണ്. മക്കായിലെ മുശ്രിക്കുകൾ ജാഹിലിയ കാലത്ത് ഉള്ളത് മുഴുവനും നുള്ളിപ്പെറുക്കി ദാനം ചെയ്യുന്നവരാണ്. പക്ഷെ ഓരും തമ്മിലുള്ള ഒരു വ്യത്യാസം നിസ്കാരം ഒഴിവാക്കി കഴിഞ്ഞാൽ അവരും തമ്മിലുള്ള വ്യത്യാസം ഒഴിവാക്കി. ആ നമസ്കാരത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ പള്ളിയിൽ നിന്ന് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഉബയ്യെ, എനിക്ക് ഞാൻ ഒരു കാര്യം പഠിപ്പിച്ചു. സ്വഹീഹ് ഒരു ദീർഘമായ ഹദീസാണ്. ഞാൻ എനിക്കൊരു കാര്യം പഠിപ്പിച്ചു. അതായത് ഖുർആനിലുള്ള തൗറാത്തിലില്ലാത്ത, ഇൻജീലിലില്ലാത്ത, സബൂറിലില്ലാത്ത മറ്റു ഒരു വേദഗ്രന്ഥങ്ങളിലും അല്ലാഹു തആല ജനങ്ങൾക്ക് ഇറക്കി കൊടുക്കാത്ത ഒരു സൂറത്ത് ഖുർആനിലും വേറെ ഇല്ലാത്ത, ഖുർആനുൽ അദീമിലും വേറെ ഇല്ലാത്ത ഒരു പ്രധാനപ്പെട്ട സൂറത്ത് ഞാൻ പഠിപ്പിച്ചു തരാം. മക്കയിൽ നിന്നിറങ്ങിയതാണ് ഫാത്തിഹ. ഉബയ്യ് ഇബ്നു കഅബ് നബിയുടെ ഖുർആൻ എഴുതുന്ന ആളാണ്. നബിക്ക് ഖുർആൻ വഹി കിട്ടിയാൽ അതിന്റെ റൈറ്റർ ഉബയ്യ് ഇബ്നു കഅബ് സയ്യിദ് ബിൻ സാബിത്ത് ഒക്കെയായി. അപ്പൊ ഞാൻ പഠിപ്പിച്ചു തരട്ടെ എന്ന് നബി ഇങ്ങനെ ഒന്ന് പറഞ്ഞിട്ടു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ആകാംക്ഷയോടുകൂടി ഇപ്പൊ പഠിപ്പിച്ചു തരുമല്ലോ എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സൂറത്തുൽ ഫാത്തിഹ. അപ്പൊ എന്തോ വലിയൊരു സൂറത്ത്, വേറെന്തോ ഒരു പുതിയ ഒരു കാര്യമായിരിക്കും എന്ന് കരുതിയിട്ടാണ് ഉബയ്യ് ഇങ്ങനെ നബിയുടെ മുഖത്ത് നോക്കിയിരിക്കുന്നത്. അപ്പൊ നബി പറഞ്ഞു, തൗറാത്തിലില്ല, ഇൻജീലിലില്ല, ഖുർആനിലും വേറെ ഇല്ല, സബൂറിലും ഇല്ല, വേദഗ്രന്ഥങ്ങളിലും ഒന്നുമില്ല. അത്രയും പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് ഹദീസുകളിൽ കാണാം. അതുകൊണ്ടാണ് വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി വൽ ഖുർആനൽ അദീം. ഖുർആൻ 114 സൂറത്തും അല്ലാഹു തആല നബിക്ക് കൊടുത്തതാണ്. നമുക്ക് എല്ലാവർക്കും അല്ലാഹു നബിക്ക് വഹി അറിയിച്ചു കൊടുത്തത് തന്നെയാണ് 114 സൂറത്ത്. പക്ഷെ അള്ളാഹ് പറഞ്ഞത് ഞാൻ സബ്അൻ മിനൽ മസാനി, മസാനികളുടെ കൂട്ടത്തിൽ 7 എനിക്ക് ഞാൻ വേറെ തന്നിട്ടുണ്ട്.
വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി വൽ ഖുർആനൽ അദീം. ആവർത്തിച്ചു വരുന്നത് മസാനി എന്ന് പറഞ്ഞാൽ 2-3 അർത്ഥം അതിന് മുഫസ്സിറുകൾ നൽകുന്നുണ്ട്. ഒന്ന് ആവർത്തിച്ചു വരുന്ന സൂറത്ത്. അപ്പൊ ഫാത്തിഹ ആണല്ലോ നമ്മൾ ഫർദിന് നിർബന്ധമായിട്ടും 17 വട്ടം നമ്മൾ ആവർത്തിക്കണം. അത് മസ്ബൂഖ് അല്ലെങ്കിൽ. പിന്നെ സുന്നത്ത് നിസ്കാരങ്ങളിലൊക്കെ ആവർത്തിക്കണം. കാരണം ഫാത്തിഹ ഇല്ലാതെ സൂറത്തിൽ നിസ്കാരമില്ല. അപ്പൊ ആവർത്തിച്ചു വരുന്ന ഇത്രയധികം നമ്മൾ ആവർത്തിച്ചു ഓതുന്ന വേറൊരു സൂറത്തില്ല. ആ അർത്ഥത്തിലാണ് മസാനി എന്ന വാക്ക് അള്ളാഹു പറഞ്ഞത് എന്നാണ് വ്യാഖ്യാതാക്കൾ പറയുന്നത്. അതല്ല, വേറൊരു അർത്ഥമുള്ളത് അള്ളാഹുവിന്റെ സ്തുതികീർത്തനങ്ങൾ അടങ്ങിയ സൂറത്ത്. അൽഹംദുലില്ലാഹി അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ, അങ്ങനെയൊക്കെയുള്ള സ്തുതികീർത്തനം, അള്ളാഹുവിന് സനാ സ്തുതികീർത്തനങ്ങൾ അടങ്ങിയ സൂറത്ത് എന്ന അർത്ഥത്തിലാണെന്നും രണ്ടാമതൊരു അർത്ഥമുണ്ട്. മൂന്നാമതൊരർത്ഥം മസാനി എന്ന് പറഞ്ഞാൽ നമുക്ക് മാത്രം, മുസ്ലിങ്ങൾക്ക് മാത്രം പ്രത്യേകമായിട്ടുള്ള മറ്റു ഒരു സമുദായത്തിനും കൊടുക്കാത്ത, ഈ സമുദായത്തിന് ഉമ്മത്ത് മുഹമ്മദിനെ നബി പ്രത്യേകമായി നൽകിയ ഒരു ഗിഫ്റ്റ്, ഒരു സമ്മാനമായിട്ടുള്ള ഒരു സൂറത്താണ് മസാനി. അത് ഖുർആനുൽ അദീം. ഖുർആനുൽ അദീമും 7 തന്നിട്ടുണ്ട്. വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി, ആവർത്തിച്ചു വരുന്ന അല്ലെങ്കിൽ വിശേഷപ്പെട്ട 7 തന്നു. പറഞ്ഞാൽ 7 ആയത്തുകളാ ഫാത്തിഹ. പിന്നെ ഖുർആനുൽ അദീമും തന്നു. അപ്പൊ 113 ഞാൻ നിങ്ങൾക്ക് തന്നു എന്നാ ഒരു 7 വേറെയും തന്നു എന്ന് പറയുമ്പോ അള്ളാഹു തന്നെ ഈ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് പ്രധാനപ്പെട്ട ഒരു പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ധാരാളം ഹദീസുകൾ വേറെയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയോട് പറയുന്നുണ്ട്, അബൂ യഅല റളിയല്ലാഹു പറയുന്നുണ്ട്, ഇവിടുന്ന് പോണ്ടീനടക്ക്, പള്ളിക്കുന്ന പോകുന്നതിന്റെ ഇടക്ക്, പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നതിന്റെ ഇടക്ക് ഞാനൊരു കാര്യം പഠിപ്പിച്ചു തരട്ടെ. അപ്പൊ മൂപ്പരിങ്ങനെ കാത്തു. നബി എന്നെ പഠിപ്പിച്ചു തരണമൊന്നുമില്ല. അങ്ങനെ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. അപ്പൊ നബിയോട് വന്ന് ചോദിച്ചു. കാരണം ഒരുപക്ഷെ ആ ജനങ്ങളുടെ ഇടയിൽ ഒരു ആങ്സൈറ്റി ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ഒരു പ്രത്യേക എന്താ പറയാ ഒരു താല്പര്യം, എന്താ നബിയാ പഠിപ്പിച്ചിരുന്നു പറഞ്ഞത്, എന്താ ഒരു പ്രത്യേക സാധനം ഉണ്ടല്ലോ, ഞാനൊരു സാധനം തരണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ കാത്തിക്കൊല്ലു. അപ്പൊ ഒരു സാധനം പഠിപ്പിച്ചു തരണ്ട്. കാത്തുനിന്ന് ആകാംക്ഷയോടുകൂടി നിന്ന് നബി അത് പറഞ്ഞു തരാത്തത് കൊണ്ട് ചോദിച്ചു, എന്താണ് നബി? നബി പറഞ്ഞ സൂറത്തുൽ ഫാത്തിഹ. അപ്പൊ സൂറത്തുൽ ഫാത്തിഹ നമുക്ക് വേറെ എന്തിനേക്കാളും ആവർത്തിച്ചതും പരിചയമുള്ളതും കുട്ടികൾക്ക് പോലും അറിയുന്നതാണെങ്കിൽ പോലും അതിന്റെ വില മറ്റു 13 സൂറത്തിനേക്കാളും വിലപ്പെട്ടതാണ് എന്നാണ് ഇതുകൊണ്ടൊക്കെ മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഫാത്തിഹ നമ്മൾ പഠിക്കണം. ശരിയായി. അതിനാണ് ഈ ക്ലാസ് കഴിയുന്നത്ര നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഒന്ന് പരിചയപ്പെടും. ഇമാമ ഓതുമ്പോ നമുക്കതിന്റെ പൊരുള് അറിയണം. അല്ല കരയില് ഫാത്തിഹയുടെ തീരത്തിരുന്നാ പോരാ, ഉള്ളുകൂടി തന്നെയാണ് ഇറങ്ങി നമ്മൾ അതിനെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ അള്ളാഹു പറഞ്ഞ ഒരു വചനം നബി പഠിപ്പിച്ചിട്ടുണ്ട്. ഖസംതു സലാത്ത ബൈനി വബൈന അബ്ദി നിസ്ഫൈ. നമ്മൾ ഈ ഫാത്തിഹ അങ്ങനെ എടുത്തു നോക്കിയാൽ അതിന്റെ പകുതി നമ്മൾ അള്ളാഹുവിന് കൊടുക്കുക, രണ്ടാമത്തെ പകുതി അള്ളാഹുവിന്റെ അടുക്കുന്ന ഇങ്ങോട്ട് വാങ്ങുക. നമ്മളൊരു സാധനം കാശ് അങ്ങോട്ട് ബില്ല് അടക്കുന്നു, സാധനം കണ്ട് വാങ്ങുന്നു. അങ്ങനെയാണല്ലോ നമ്മളെ കൊള്ളക്കൊടുക്കുകളുള്ള. നമ്മളങ്ങോട്ട് ബില്ലടച്ച് ഷീട്ടിലെടുത്താൽ, റെസിപ്റ്റ് എടുത്താൽ സാധനം നമുക്ക് ഇവിടെ എത്തും. അതാണ് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ്ക്ക് എന്തെങ്കിലും കൊടുക്കേണ്ട കാര്യമില്ല. അള്ളാഹ്ക്ക് നമ്മളൊന്നും കൊടുക്കണ്ട. പക്ഷെ അള്ളാഹുവിനെ പ്രകീർത്തിക്കണം. അള്ളാഹുവിന്റെ പ്രകീർത്തനങ്ങൾ അള്ളാഹ്ക്ക് കൊടുക്കണം. എന്നാലേ അള്ളാഹു നമ്മളെ സ്വീകരിക്കും. അപ്പൊ ഹംദും സലാത്തും സനാഉം അത് അള്ളാഹുവിന് കൊടുക്കേണ്ട കാര്യങ്ങൾ. തഹ്ലീൽ, തസ്ബീഹ്, തംജീദ്, തക്ബീർ, അതൊക്കെ അള്ളാഹുവിന് നമ്മൾ കൊടുക്കേണ്ടതാണ്. അത് എന്തിനാ? അള്ളാഹുവിന് എന്തെങ്കിലും ഒരു ലാഭം ഉണ്ടാകാനല്ല. നേരെ മറിച്ച് അത്തഹിയ്യാത്തുൽ മുബാറക്കാത്തു സലവാത്തു തയ്യിബാത്തു ലില്ലാഹ്. നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ എല്ലാ തിരുമുൽ കാഴ്ചകളും, പഴയ കാലത്തെ അർത്ഥം അങ്ങനെ പഠിച്ചു, എല്ലാ കാഴ്ചകളും തിരുമുൽ കാഴ്ചകളും എല്ലാ അനുഗ്രഹങ്ങളും പഠിച്ചവനാണ്. അള്ളാഹുവിന് നമ്മളൊരു കാണിക്ക വെക്കുക. ആ കാണിക്കയാണ് സൂറത്തുൽ ഫാത്തിഹയിലെ ആദ്യത്തെ പകുതി അള്ളാഹ്ക്ക് കൊടുക്കുക. നമ്മളൊന്നിങ്ങനെ ഓതി നോക്കുകയാണ്.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മളെല്ലാവരും ഇപ്പൊ അങ്ങനെ ഫാത്തിഹ ഇമാം ഓതുമ്പോ നമ്മൾ കേൾക്കുന്നു, നമ്മളും കൂടെ ഓതുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒറ്റക്കൊറ്റക്ക് ഓതുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാ സ്തുതിയും റബ്ബുൽ ആലമീനായ അള്ളാഹുവിനുള്ളതാണ്. എല്ലാ നിലക്കും അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും. അപ്പൊ അതൊക്കെ നമുക്കൊന്നും കൊണ്ട് വാങ്ങാൻ, ഒക്കെ പഠിച്ചവന് കൊടുക്കാൻ. ഭൂമിയിലുള്ള ഓരോ ചെറിയ ചരാചരങ്ങൾ മുതൽ വലിയ ജീവജാലങ്ങൾ വരെയുള്ള എല്ലാ വസ്തുക്കളെയും പോറ്റി വളർത്തുന്ന റബ്ബുൽ ആലമീനായ ഈ ലോകത്തുള്ള ഞങ്ങളെ എല്ലാവരെയും പോറ്റി വളർത്തുന്ന അള്ളാഹുവിനാണ് സർവസ്തുതിയും. നമ്മൾ അങ്ങനെ മുകളിലേക്ക് ആ കാണിക്ക അള്ളാഹുവിനുള്ള തിരുമുൽ കാഴ്ചകൾ അങ്ങോട്ട് കൊടുക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർ-റഹ്മാനിർ റഹീം അടുത്ത ആയത്ത്. അതായത് ഞങ്ങളൊക്കെ ജീവിക്കുന്നത് അള്ളാഹിന്റെ കരുണ കൊണ്ടാണ്, റഹ്മാനും റഹീമും കൊണ്ടാണ്. നമുക്ക് വിശദീകരിച്ച് പഠിക്കാം. അപ്പൊ ആ റഹ്മാനും റഹീം, അള്ളാഹ് റഹ്മാനാണ്, അള്ളാഹു റഹീമാണ്. ഇവിടെയുള്ള ഓരോ ഒരു ഉറുമ്പ് പോലും അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടാണ് ജീവിക്കുന്നത്. നമ്മൾ പുറത്തേക്ക് വിട്ട ഈ ശ്വാസം നമ്മൾ അകത്തേക്ക് വലിക്കുന്നത് എത്ര വട്ടമാണ് ഒരു ദിവസം നമ്മൾ ശ്വാസം വിടുന്നത്? ആ ശ്വാസം നമ്മൾ പുറത്തേക്ക് വിട്ടത് അകത്തേക്ക് വലിക്കുന്നതും അകത്തേക്ക് വലിച്ച ശ്വാസം ഉച്ഛ്വസിക്കുന്നതും ഒക്കെ ശ്വസിക്കുന്നതും ഉച്ഛ്വസിക്കുന്നതുമെല്ലാം അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടാണ്. അല്ലെ? അള്ളാഹ് നമ്മളെ ശ്വസിച്ചു, ഒറ്റ വലി, പിന്നെ മുണ്ടിയിട്ടില്ല എന്ന് നമ്മൾ പറയും. അപ്പോ അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അത് നമ്മളാണ് അംഗീകരിച്ചു കൊടുക്കുകയാണ്. അത് അള്ളാഹുവിനെ നിഷേധിക്കുന്നവരാണെങ്കിലും ധിക്കാരികളാണെങ്കിലും അക്രമികളാണെങ്കിലും ഒക്കെ അള്ളാഹിന്റെ റഹ്മത്ത് കൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പോ നമ്മൾ അള്ളാഹ്ക്ക് എല്ലാ സ്തുതിയും എല്ലാ കാരുണ്യത്തിന്റെയും അവകാശം അള്ളാഹുവിന് കൊടുക്കുക. നമുക്കൊന്നും കൊണ്ടില്ല, ഒക്കെ പഠിച്ചോ നമുക്ക് തന്നതിന് നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുക. മാലിക് യൗമിദ്ദീൻ. ഇനി ഞങ്ങൾ ഇവിടെ കണ്ട് മരിച്ചു ചെന്നാലും നാളെ പരലോകത്ത് ആ ഉടമ, പരലോകത്തിന്റെ ഉടമ, ലിമനിൽ മുൽക്കുൽ യൗം, ആർക്കാണ് ഇന്നത്തെ അധികാരം എന്ന് ചോദിക്കുമ്പോ അള്ളാഹ്ക്കാണ്. അപ്പൊ അവിടെയും പരമാധികാരി അള്ളാഹുവിന്റെ റസൂലുമാർക്ക് പോലും ഒന്നും മിണ്ടാൻ കഴിയാത്ത സന്ദർഭത്തിൽ പരമാധികാരി അള്ളാഹുവിനാണ്. അള്ളാഹു പറഞ്ഞതായിട്ട് കാണാം. നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോ അള്ളാഹു അതിന് പ്രതികരിക്കും എന്ന നമ്മളൊക്കെ ഫാത്തിഹ ഓതിയല്ലോ, ഫർളും സുന്നത്തുമായി. അള്ളാഹു മുകളിൽ നിന്ന് പ്രതികരിക്കുന്നുണ്ട് മലക്കുകളോട്. എന്താണ് അള്ളാഹു പ്രതികരിക്കുന്നത്? ഹമിദനി അബ്ദി, എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. എന്റെ അടിമകള്, ഭയങ്കരമുള്ള കുറെ ആളുകൾ ആ പള്ളിയിലിരുന്ന് ഈ ലോകത്തെല്ലെടുത്തു എന്നെ സ്തുതിച്ചു, എന്നെ സ്തുതിച്ചു. അള്ളാഹു ഒരു അഭിമാനത്തോടുകൂടി സന്തോഷത്തോടു കൂടിയാണ് എന്റെ അടിമ എന്നെ സ്തുതിച്ചു. അർ-റഹ്മാനിർ റഹീം, നമ്മള് അർ-റഹ്മാനിർ റഹീം എന്ന് അടിമ പറയുമ്പോ അള്ളാഹു തആല പറയുന്നു അസ്നാ അലയ്യ അബ്ദി, എന്റെ മഹത്വങ്ങൾ ആ അടിമ മനസ്സിലാക്കി അവൻ എന്നെ പുകഴ്ത്തുന്നുണ്ട്. റഹ്മത്തൊക്കെ എന്റെ തന്നെയാണ്, എന്നിൽ നിന്ന് തന്നെയാണ് റഹ്മത്ത് എന്ന് അവൻ മനസ്സിലാക്കി എന്നെ പുകഴ്ത്തുന്നുണ്ട് എന്ന് അള്ളാഹു തആല അവിടുന്ന് പ്രതികരിക്കുകയാണ്. നമ്മൾ ഇവിടുന്നാണ്ട് ഫാത്തിഹ ഓതുമ്പോ, അപ്പൊ എത്രമാത്രം നമ്മൾ ഫാത്തിഹ ഓതുമ്പോ അള്ളാഹു തആല നമ്മളെ മനസ്സിൽ ഉണ്ടായിരിക്കണം, എത്ര ഖുശൂ നമുക്ക് ഉണ്ടായിരിക്കണം. വഇദാ ഖാലൽ അബ്ദു മാലിക് യൗമിദ്ദീൻ, പരലോക വിചാരണ ദിവസത്തിന്റെ ഉടമസ്ഥൻ എന്ന് പറയുമ്പോ അള്ളാഹു പറയും മജ്ജദനി അബ്ദി, അള്ളാഹുവിന്റെ വചനം, എന്റെ അടിമ എന്നെ വാഴ്ത്തി കേട്ടോ. ഞാൻ ഒരു മഹത്വമുള്ള ഇഹലോകത്തും പരലോകത്തും എന്റെ മഹത്വം എന്റെ അടിമ എന്നെ വാഴ്ത്തി പറയുന്നുണ്ട്. യൗമുദ്ദീനിന്റെ വിചാരണ ദിവസത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹ് എന്ന് പറയുമ്പോ അള്ളാഹു അത് ഇഷ്ടപ്പെട്ട് എന്നെ വാഴ്ത്തുന്നു. അപ്പൊ അങ്ങനൊക്കെ അള്ളാഹു തആല പറയണമെങ്കിൽ നമ്മുടെ മനസ്സറിയുന്ന അള്ളാഹു എന്നെ എന്റെ അടിമ വാഴ്ത്തി, എന്നെ അടിമ സ്തുതിച്ചു, എന്റെ റഹ്മത്തൊക്കെ അള്ളാഹ് എന്റെ അടിമ കണ്ടറിഞ്ഞ് എന്നെ അഭിനന്ദിക്കുന്നു, അസ്നാ അലയ്യ അബ്ദി എന്നൊക്കെ അള്ളാഹ് പറയണമെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നമസ്കരിക്കുമ്പോ എന്ത് വേണം? അള്ളാഹ് വേണം. നമ്മളെ മനസ്സല്ലാഹ്ക്ക് അറിയല്ലോ. നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സ്തുതിക്കുന്നത്. അതല്ല നമ്മളിങ്ങനെ അല്ലാഹു അക്ബർ
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അങ്ങനെ ഒരു ഒച്ച കേട്ട്, ഒരു ശബ്ദം കേട്ട്, അല്ലെങ്കിൽ ഇമാമിന്റെ ആ ഓത്ത് ഇങ്ങനെ മാത്രം കേൾക്കുകയാണ്, നമുക്ക് നമ്മുടെ മനസ്സിൽ ഈ ഫാത്തിഹ തട്ടുന്നില്ല എങ്കിൽ അള്ളാഹുവിങ്കൽ നിന്ന് ആ പ്രതികരണം വരൂല്ലോ. അപ്പൊ അങ്ങനെ അള്ളാഹു തആല പ്രതികരിക്കുന്നു. എന്നിട്ട് ഇദാ ഖാലൽ അബ്ദു ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. കണ്ടില്ലേ? അപ്പൊ അൽഹംദു ഇവിടുന്ന് അള്ളാഹുവിന് അങ്ങോട്ട് കൊടുക്കുക. അർ-റഹ്മാൻ റഹീം റബ്ബിൽ ആലമീൻ നമ്മൾ അള്ളാഹുവിനെ അങ്ങോട്ട് പുകഴ്ത്തുക. അർ-റഹ്മാൻ റഹീം അള്ളാഹുവിനെ അങ്ങോട്ട് പുകഴ്ത്തുക, അള്ളാഹുവിന്റെ പരമകാരുണികൻ റഹ്മാൻ. ഇനി മാലിക് യൗമിദ്ദീൻ അതും അള്ളാഹുവിനെ നമ്മൾ പുകഴ്ത്തുക. ഇയ്യാക നഅ്ബുദു നാലാമതായി, അഞ്ചാമതായി ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. ഇത് ഈ ലോകത്തുള്ള ഫാത്തിഹ ഓതുന്ന മനുഷ്യന്മാരൊക്കെ അള്ളാഹുവിനോട് അങ്ങോട്ട് പറയാണ്, ഞങ്ങൾ നിന്നെ മാത്രമാണ് ആരാധിക്കുന്നത്. ഈ നമസ്കാരത്തിന് ഒരു പ്രത്യേകത എന്താണത്? അത് മുനാജാത്തുൽ അബ്ദി ബൈന റബ്ബിഹി ബൈനഹു വബൈന റബ്ബിഹി, നമ്മളും അള്ളാഹുവും തമ്മിലുള്ള ഒരു സ്വകാര്യ സംഭാഷണമാണ് ഫാത്തിഹ എന്ന് പറയുന്നത്. നിസ്കാരം. കാരണം ആ സിദ്റത്തുൽ മുൻതഹയുടെ അടുത്ത് നബി ചെന്ന് അവിടുന്നാണല്ലോ നിസ്കാരം. അള്ളീം റസൂൽ ജിബ്രീൽ അലൈഹിസ്സലാമിന് പോലും പ്രവേശനമില്ലാത്ത ആ ആലമുൽ ഗൈബിൽ ഇൻദ സിദ്റത്തിൽ മുൻതഹ ഇൻദഹ ജന്നത്തുൽ മഅ്വ എന്ന് പറയുന്ന അവിടെ വെച്ച് അല്ലാഹു തആല നബിയുടെ കയ്യിൽ നേരിട്ട് കൊടുത്തതാണ് ഫാത്തിഹ. ബാക്കിയുള്ളതൊക്കെ ജിബ്രീൽ അലൈഹിസ്സലാം ഇറക്കി കൊടുത്ത് അത് നബിയുടെ മനസ്സിൽ പറഞ്ഞു കൊടുത്ത് നബി കേട്ട് അത് ജനങ്ങൾക്ക് ചൊല്ലിക്കൊടുത്താണ്. നേരെമറിച്ച് ഈ നമസ്കാരം എന്ന് പറയുന്ന ഇബാദത്ത് നേരിട്ട് അങ്ങോട്ട് കൊടുത്തത് ജിബ്രീൽ തന്നെയാണ് ഫാത്തിഹ നബിക്ക് പഠിപ്പിച്ചു കൊടുത്തത്. പക്ഷെ ആ ഫാത്തിഹ ഓതേണ്ട നമസ്കാരം എന്ന് പറയുന്നത് അല്ലാഹു തആല നേരിട്ട് ഞാനും നീയും തമ്മിലുള്ള ബന്ധം നിലനിൽക്കല് ഈ നമസ്കാരത്തിൽ കൂടിയാണ്. അപ്പൊ ഒരു മുനാജാത്ത്, സ്വകാര്യ സംഭാഷണമാണ് നിസ്കാരം. നമ്മൾ ഉറക്കെ ഓതുന്ന നിസ്കാരത്തിലാണെങ്കിലും നമുക്ക് കുറെ സ്വകാര്യമായി പഠിച്ചവനോട് പറയാണ്ടല്ലോ. അപ്പൊ ഈ സ്വകാര്യ സംഭാഷണത്തിൽ അള്ളാഹ്ക്ക് ഹംദ് കൊടുക്കുന്നു, അള്ളാഹ്ക്ക് റബ്ബുൽ ആലമീൻ എന്ന റുബൂബിയത്ത് നമ്മൾ വകവെച്ചു കൊടുക്കുന്നു, അള്ളാഹ്ക്ക് റഹ്മത്തും റഹ്മാനും റഹീമും എന്ന രണ്ട് സിഫത്ത്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വിശാലമായ റഹ്മത്ത് നൽകുന്നവൻ. അള്ളാഹുവിനെ നിഷേധിക്കുന്നവർക്കും അള്ളാഹ് റഹ്മത്ത് കൊടുക്കുന്നുണ്ട്, തോന്നിവാസികൾക്കും കൊടുക്കുന്നുണ്ട്, മഹാ അക്രമികൾക്കും അള്ളാഹ് റഹ്മത്ത് കൊടുക്കുന്നുണ്ട്. എന്നാലോ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ജീവിക്കുന്ന നല്ല മനുഷ്യർക്ക് പരലോകത്ത് പ്രത്യേകമായി അള്ളാഹ് റഹ്മത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ വ്യാപകമായ അള്ളാഹുവിന്റെ റഹ്മത്താണ് റഹ്മാൻ. എന്നാൽ പ്രത്യേകമായി ഒരു കൂട്ടർക്ക് മാത്രം, വിശ്വാസികൾക്ക് മാത്രം കൊടുക്കുന്ന പ്രത്യേകമായ പരലോകത്തിലെ റഹ്മത്താണ് റഹീം. അതൊക്കെ നമ്മൾ അള്ളാഹുവിനെ കൊണ്ട് വകവെച്ച് മാലിക് യൗമിദ്ദീൻ. എന്നിട്ട് പഠിച്ചവനെ അതുകൊണ്ട് നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. ഞങ്ങളുടെ വണക്കം, ഞങ്ങളുടെ താഴ്മ ഒരു നിനക്ക് മാത്രമാണ്. അള്ളാഹുവിനാണ്ട് മൊത്തം നമ്മളെ ആരാധന, താഴ്മ, നമ്മുടെ കയ്യും കാലും മനസ്സും കണ്ണും ഹൃദയവും എല്ലാം അള്ളാഹുവിനാണ്ട് കീഴ്പ്പെട്ട് നമ്മൾ കൊടുക്കുകയാണ്. ഇതുവരെ ഇയ്യാക നഅ്ബുദു വരെ ഫാത്തിഹന്റെ നേർപകുതി ഭാഗം ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കുകയാണ് പഠിച്ചവൻ. ബാക്കി നമ്മൾ എന്താ പറയുന്നത്? വഇയ്യാക നസ്തഈൻ. ഇവിടുന്നൊക്കെ അൽഹംദുലില്ലാഹ്, അർ-റഹ്മാൻ, റബ്ബുൽ ആലമീൻ, മാലിക് യൗമിദ്ദീൻ, ഇയ്യാക നഅ്ബുദു ഒക്കെ ഭൂമിയിൽ നിന്ന് അള്ളാഹുവിനെ അങ്ങോട്ട് ഉയർത്തി കൊടുക്കുമ്പോ ഇനിയുള്ള ബാക്കി വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. പിന്നെ അവിടുന്ന് ആദ്യം അങ്ങോട്ട് അടച്ചു, പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളൊക്കെ അങ്ങോട്ട് കൊടുത്തു, ബാക്കി ഇങ്ങോട്ട് വാങ്ങുകയാണ്. അതിന്റെ പ്രതിഫലമായി എന്ത്? ഇസ്തിആനത്ത്, അല്ലാഹുവിന്റെ സഹായം. വഇയ്യാക നസ്തഈൻ. അള്ളാഹു പറയുന്നുണ്ട്, ഇദാ ഖാലൽ അബ്ദു ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാൽ അള്ളാഹുക്ക്, വഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിങ്കിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് ചോദിച്ചു വാങ്ങാം. ഇത് ഈ സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് ഒരാൾ പറയുമ്പോ അള്ളാഹു പറയും അതിന്റെ ഒരു പ്രതികരണമായിട്ട്, ഹാദാ ബൈനി വബൈന അബ്ദി നിസ്ഫുൻ ലി വനിസ്ഫുൻ ലഹു.
ആ ഒരു അർത്ഥത്തിലാണ്. അതായത് ആയത്തു ബൈനി വബൈന അബ്ദി നിസ്ഫൈനി, ഈ ആയത്ത് പകുതിയും ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്നുള്ള ഒരായത്ത്, അതിന്റെ പകുതി അല്ലാഹ്ക്കാണ്, രണ്ടാമത്തെ പകുതി ഞമ്മക്കാണ്. അള്ളാഹ്ക്ക് നമ്മൾ ഇബാദത്ത് കൊടുക്കുന്നു, വഇയ്യാക നസ്തഈൻ, അള്ളാഹിനോട് നമ്മൾ ഇസ്തിആനത്ത് സഹായം കൊണ്ട് ചോദിക്കുന്നു. അള്ളാഹു പറയുന്നത് ആയത്തു ബൈനി വബൈന അബ്ദി, ഈ ആയത്ത് എന്നെയും എന്റെ അടിമയുടെയും ഇടയിലുള്ളതാണ്. നിസ്ഫൈൻ, രണ്ടാക്കിയിട്ട് ഞങ്ങൾ ഭാഗിച്ചെടുത്തിട്ടാണ്. അവന്റെ ഇബാദത്ത് കണ്ടു തന്നപ്പോ ഇസ്തിആനത്ത് കണ്ടു കൊടുത്തു, പൗതിയാക്കി കൊടുത്തു. എന്നിട്ട് ഇദാ ഖാല ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ഇനി അവിടുന്ന് പ്രാർത്ഥനയാണല്ലോ, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് കണ്ട് പ്രാർത്ഥിക്കാൻ പഠിച്ചോന്റെ അടുത്ത് കണ്ട് ചോദിക്കുമ്പോ ഹാദാ ലി അബ്ദി വലി അബ്ദി മാ സഅൽ, അവൻ ചോദിച്ചതൊക്കെ ഞാൻ കൊടുക്കും. അപ്പൊ ഫാത്തിഹയുടെ ഉള്ള് അങ്ങനെയാണ്, അതായത് പകുതി നമ്മൾ അങ്ങോട്ട് കൊടുക്കണം, പകുതി കൊണ്ട് വാങ്ങണം. ഈ ഒരു ഉള്ളറിഞ്ഞുകൊണ്ട്, ഫാത്തിഹയുടെ ഉള്ളറിഞ്ഞുകൊണ്ട് നമുക്ക് നിസ്കരിക്കാൻ ഒരു 17 വട്ടമെങ്കിലും ഫർള് നമസ്കരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ വിജയിക്കും. അതുകൊണ്ടാണ് അയറാബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചല്ലോ, ഇസ്ലാം കാര്യവും ഈമാൻ കാര്യമൊക്കെ പറഞ്ഞു ചോദിച്ചറിഞ്ഞു. അവസാനം ഇബാദത്ത് എന്തൊക്കെയാ വേണ്ട പറഞ്ഞു, നിസ്കരിക്കണം എന്ന് പറഞ്ഞു, 5 വഖത്ത് നമസ്കരിക്കണം എന്ന് അയറാബിനോട് നബി പറഞ്ഞു. 5 വഖത്തിൽ ഏറെ ചെയ്യണോ എന്ന് ചോദിച്ചപ്പോ സുന്നത്തുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ സുന്നത്തൊന്നും ഇപ്പൊ തന്നെ ആവില്ല, ഞാൻ ഈ ഫർള് മാത്രം ചെയ്തോളാം. അതുപോലെ നോമ്പും ഹജ്ജൊക്കെ സുന്നത്ത് പറഞ്ഞപ്പോ നബി സുന്നത്ത് പഠിപ്പിച്ചു കൊടുത്തപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഫർള് മാത്രം ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോ നബി എന്താ അയാളോട് പറഞ്ഞത്? അയാളെ പറ്റി എന്താ നബി പറഞ്ഞത്? അഫ്ലഹ ഇൻ സദഖ, അയാൾ രക്ഷപ്പെട്ടു. അപ്പൊ നമ്മൾ ഈ 17 വട്ടം ഫർളായിട്ടുള്ള ഫാത്തിഹയിൽ കൂടി തന്നെ പകുതി അള്ളാഹുവിന് കൊടുക്കേണ്ടത് മനസ്സറിഞ്ഞ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഫാത്തിഹയുടെ അർത്ഥം നമ്മൾ പഠിക്കണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ പകുതി ഇങ്ങോട്ട് ചോദിച്ചാൽ വലിയ അബ്ദി മാ സഅൽ, എന്റെ അടിമക്ക് ചോദിച്ചേ കിട്ടും. ഓൻ ചോദിക്കുന്നത് ഞാൻ കൊടുക്കുന്നു. അപ്പൊ ഒരു നിസ്കാരത്തിലെ ഫാത്തിഹ കൊണ്ട് തന്നെ നമുക്ക് ഫലാഹ്, യഥാർത്ഥത്തിലുള്ള വിജയം കിട്ടും എന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് ഫാത്തിഹയുടെ ഒരു മൊത്ത ആശയം. നമ്മൾ ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കി. ഫാത്തിഹ ഓതുമ്പോ ഔദ് ഓതണം. പലപ്പോഴും നമ്മൾ അങ്ങനെ ഒരു ശീലമില്ല. അറിയുന്ന ആളുകൾ പോലും ഖുർആനൊന്നും ഓദിക്കാന്ന് അറിയുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അത് പാടില്ല. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് ഖുർആൻ തുടങ്ങുമ്പോൾ ഓതൽ നിർബന്ധമാണ് എന്ന് വരെ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത്ര ഒരു വാജിബാണ് എന്ന് പറഞ്ഞാൽ ഖുർആനിനെ ഓത്ത് ബാത്തിലാവും എന്നുള്ള അർത്ഥത്തിലാണല്ലോ പറയുന്നത്. അത്ര ഇല്ലെങ്കിൽ പോലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അതിന്റെ ഗൗരവത്തിൽ. പക്ഷെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എന്താ? ഫൈദാ ഖറഅതൽ ഖുർആന ഫസ്തഈദ് ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ഖുർആൻ ഓതുകയാണെങ്കിൽ പിശാചിൽ നിന്ന് രക്ഷ തേടണം. കാരണം ഖുർആൻ ഉള്ളയിടത്ത് പിശാച് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഖുർആൻ ഓതുകയാണെങ്കിൽ നമ്മളെ മനസ്സിൽ തട്ടി, നമ്മളെ നാവിൽ കൂടി, നമ്മുടെ നെഞ്ചിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഖുർആൻ ഓതുകയാണെങ്കിൽ നമ്മളെ നാവിലും നമ്മുടെ മനസ്സിലും പിശാച് ചെയ്താൻ വരില്ല. അതുകൊണ്ടാണ് ഇതാ ഖറഅത്തൽ ഖുർആൻ. ഇപ്പൊ ഖുർആൻ എത്രയോ ഇവിടെ ഓതുകയുണ്ട്, കാര്യമായിട്ട് ഓതുകയുണ്ട്. പക്ഷെ എന്താ പ്രശ്നം? ഖുർആൻ ഓതിന്റെ അടുത്ത് ശൈത്താനും ഉണ്ടാവും. അപ്പൊ ആ ശൈത്താനിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ഖുർആൻ ഓതുമ്പോഴാണ് നമുക്ക് ഖുർആന് നമ്മുടെ തടിയിൽ പിടിക്കുക എന്നറിയാലോ, തടിമ പിടിക്കുക. ആ ഖുർആൻ നമ്മുടെ ജീവിതത്തിന് ഉപകാരപ്പെടുള്ളൂ. അതുകൊണ്ട് ഫാത്തിഹയ്ക്ക് മുമ്പ് എപ്പോ ഖുർആൻ ഓതുകയാണെങ്കിലും ഇദാ ഖറഅതൽ ഖുർആന ഫസ്തഈദ് ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഔദ് ഓതാതെ ഒരു കാരണവശാലും ഖുർആൻ നമ്മൾ ഓതാൻ പാടില്ല, ഫാത്തിഹ അടക്കം. മറ്റൊന്ന് ബിസ്മിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ബിസ്മി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു തവക്കുലാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മളെല്ലാ കാര്യത്തിലും കുല്ലു അംറിൻ ദീ ബാലിൻ ലം യുബ്ദഅ ബിസ്മില്ലാഹി ഫഹുവ അബ്തർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ബിസ്മി കൊണ്ട് ആരംഭിക്കുന്നില്ലെങ്കിൽ അതിന് അബ്തർ എന്ന് പറഞ്ഞാൽ അതിന് ഗുണം പിടിക്കാത്തതാണ്. ഗുണം പിടിക്കണമെങ്കിൽ ബിസ്മി ചൊല്ലണം. നമ്മള് ബാത്റൂമിൽ പോകുമ്പോ പോലും ബിസ്മി ആണല്ലോ, അല്ലെ? ബിസ്മില്ലാഹി അല്ലാഹു ഇന്നീ അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. അവിടെയാണല്ലോ ഒരു മോശപ്പെട്ട സ്ഥലം നമ്മൾ കാണുന്നത്.
അപ്പൊ ബിസ്മി ചെല്ലാത്ത ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. വെള്ളം കുടിക്കുകയാണെങ്കിലും എന്താണെങ്കിലും ബിസ്മി കൊണ്ട് ആരംഭിക്കണം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുപോലെ തന്നെ ഫാത്തിഹയുടെ മുമ്പിലും അള്ളാഹു ബിസ്മി ഒരു ആയത്തായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. കാരണം ബിസ്മി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഉറപ്പാണ്. ബിസ്മി എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി ഓടിക്കുമ്പോൾ ഒരു ഹെൽമെറ്റ് ഇട്ടു. അതെന്തിനാ ഹെൽമെറ്റ് ഇട്ടുന്നത്? അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ടു. അതെന്താ പറഞ്ഞാൽ അതൊരു സെക്യൂരിറ്റിയാണ്. വല്ലാതൊന്നും അപകടത്തിൽ പെടൂല, തലക്ക് വല്ലാതെ പറ്റില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് അപകടം ഉണ്ടാവില്ല, ഒരു സെക്യൂരിറ്റി ഉണ്ടാവും അല്ലെ? ജീവിതത്തിൽ ബിസ്മി എന്ന് പറയുന്നത് പടച്ചവന്റെ നാമം കൊണ്ടാണ് ഞാൻ ആരംഭിക്കുന്നത് എന്നുകൊണ്ട് നമ്മൾ എന്താരംഭിച്ചാലും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഒരു ഹാഫിള്, ഒരു സംരക്ഷകൻ നമുക്ക് കിട്ടും. എന്റെ പേരുകൊണ്ട് തുടങ്ങിയതല്ല, ഇനി ആ ഓനെ കൈവിടില്ല. അപ്പൊ ആ ബിസ്മിക്ക് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വലിയ പ്രാധാന്യമുണ്ട്. കാരണം നമ്മൾ ഇപ്പൊ എത്രയോ ആളുകൾ നിസ്കാരം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നുണ്ട്, റുബ്ബ മുസല്ലി ലൈസ ലഹു മിൻ സലാത്തിഹി ഇല്ലാ ഉശ്റുഹു. എത്ര ആളുകൾ നിസ്കരിക്കുന്നുണ്ട്, എത്ര ആളുകൾ നിസ്കരിക്കുന്നു. നബി പറയാ എത്ര ആളുകൾ നിസ്കരിക്കുന്നുണ്ട്, ഓരോരുത്തർക്കും നിസ്കാരം കൊണ്ട് 10-1 കിട്ടിയിട്ടുണ്ട്. വേറെ ചില ആളുകൾക്ക് 9-1, 8-1, 7-1, 6-1, 5-1, 4-1, അങ്ങനെ നബി ഇങ്ങനെ ചുരുക്കി കൊണ്ടുവരുന്നുണ്ട്. അതായത് നമ്മളെല്ലാവരും ഒരേ സമയത്ത് 10 മിനിറ്റ് കൊണ്ടാണ് 100 നിസ്കരിച്ചത്. പക്ഷെ ചിലവർക്ക് 10-1 കിട്ടിയിട്ടുണ്ട്, 10-1 കിട്ടിയിട്ടുണ്ട്, ബാക്കി 9 പോയി. ചിലർക്ക് 8-1 കിട്ടി, കുറച്ചും കൂടി അധികം കിട്ടി. അപ്പൊ എങ്ങനെയാണ് അത് കിട്ടുന്നത്? അത് മനുഷ്യന്റെ ആ മനസ്സാണ്. അള്ളാഹുവിന്റെ നാമത്തിൽ നമ്മൾ ഓതുമ്പോ അള്ളാഹുവിന്റെ നാമത്തിൽ എനിക്ക് ഈ ഫാത്തിഹ അത് ഉപകാരപ്പെടണം, എന്റെ നിസ്കാരം ഉപകാരപ്പെടണം, ഇതിൽ നിന്ന് എനിക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നത് കിട്ടണം, അള്ളാഹുവിന് കൊടുക്കേണ്ടത് കൊടുക്കണം എന്ന ആ ഒരു ബോധമാണ്, ഒരു തവക്കുലാണ്. ബിസ്മി എന്നുള്ള ഒരു തവക്കുല, പഠിച്ചവനാണ്ട് ഏൽപ്പിക്കാൻ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. വെള്ളം കുടിക്കുമ്പോ ബിസ്മില്ല, എന്തിനുണ്ടല്ലോ ഒരു ബിസ്മില്ല. അള്ളാഹുവിനെ നമ്മൾ തവക്കുലാക്കുകയും പടച്ചോന്റെ നാമം കൊണ്ട് തുടങ്ങിയാൽ ഞാൻ ഒരിക്കലും പാഴാകുകയില്ല, നഷ്ടപ്പെടുകയില്ല എന്ന ഒരു ആത്മബോധം നമുക്ക് കിട്ടുകയും ചെയ്യുന്നത് ബിസ്മി കൊണ്ടാണ്. അതുകൊണ്ടാണ് ബിസ്മില്ലാഹി അർറഹ്മാനിർ റഹീം, എല്ലാവർക്കും പൊതുവായി കരുണ ചെയ്യുന്ന ആരാധ്യനായ അള്ളാഹു. അർ-റഹീം, നന്മ ചെയ്തവർക്ക് പ്രത്യേകമായി കരുണ ചെയ്യുന്ന സർവാരാധ്യനായ അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് പേടിക്കേണ്ടതില്ല. അത് നമ്മൾ തവക്കുലാക്കി, സെക്യൂരിറ്റി കിട്ടി പഠിച്ചോണ്ട്. അപ്പൊ ആ ഒരു ബിസ്മിയാണ് നമ്മൾ അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു വയുഖവിഫൂനക ബില്ലദീന മിൻ ദൂനി. അല്ലാഹ് പോരെ അവന്റെ അടിമക്ക് എന്ന് ചോദിക്കുന്നു. പഠിച്ചോന്റെ സെക്യൂരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ നടത്താൻ നമുക്ക് കഴിയില്ല. പിന്നെ അള്ളാഹ് വിചാരിക്കുന്നതേ നടക്കൂ. അള്ളാഹ് വിചാരിക്കുന്നത് നടക്കണമെങ്കിൽ അള്ളാഹുവിന്റെ പേര് കൊണ്ട് നമ്മൾ ആരംഭിക്കണം എല്ലാ കാര്യവും. അത് തന്നെയാണ് ഫാത്തിഹയിലും ആ ബിസ്മി ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടത്. എല്ലാം അള്ളാഹുവിന്റെ നാമത്തിൽ, അള്ളാഹുവാണൊക്കെ തീരുമാനിക്കുന്നത്, അള്ളാഹുവിൽ അർപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഫാത്തിഹയിലേക്ക് കടക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മൾ കാണാതെ നമ്മൾ കുട്ടികളും വലിയവരും ഇതിന്റെ അർത്ഥം കൃത്യമായി പഠിക്കുക മാത്രമല്ല, ഇത് നമ്മൾ ഉൾക്കൊള്ളണം. ഇമാം ഓതുമ്പോഴും നമ്മൾ ഓതുമ്പോഴും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹുവിനാണ് റബ്ബുൽ ആലമീനായ അള്ളാഹു. സൂറത്തു റൂമിന്റെ 17-ാമത്തെ ആയത്ത് മുതൽ, ഞാനതിപ്പോ ഇവിടെ ഓതുന്നില്ല, സമയം. സൂറത്ത് റൂമിലെ 17-ാമത്തെ ആയത്ത് മുതൽ നിങ്ങൾ നോക്ക്. വലഹുൽ ഹംദു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, വലഹുൽ ഹംദു ഫിസ് സമാവാതി വൽ അർദ് വഅശിയ്യൻ വഹീന തുദ്ഹിറൂൻ. രാവിലെയും വൈകുന്നേരവും ഉച്ചക്കും അള്ളാഹുവിനുള്ളതാണ് ഹംദ്, എല്ലാ സ്തുതിയും. എന്നിട്ട് 27-ാമത്തെ ആയത്ത് വരെ 10 ആയത്തുകൾ സൂറത്തു റൂമില് അള്ളാഹു തആല പറയുന്നുണ്ട്. ഈ 10 ആയത്തുകളുടെ ഒരു പ്രത്യേകത എന്താ അറിയുന്നത്? ഇത് പടച്ചവനെ കൊണ്ട് മാത്രം കഴിയുന്ന കാര്യങ്ങളാണ്. എന്താണത്? വമിൻ ആയാതിഹി അൻ ഖലഖകും മിൻ തുറാബിൻ സുമ്മ ഇദാ അൻതും ബശറുൻ തൻതശിറൂൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യി
നിങ്ങളൊന്ന് എടുത്ത് ഓതി നോക്കിയാൽ മതി. അമ്മാനി മൗലവിന്റെ പരിഭാഷ നിങ്ങളൊന്ന് എടുത്തു നോക്കി 17 മുതൽ 27 വരെ. എന്തുകൊണ്ട് നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിനെ സ്തുതിക്കണം? അത് നമ്മുടെ മനസ്സിൽ വരണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ചെല്ലുമ്പോൾ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ ശ്വസിക്കുന്നതും നമ്മൾ നടക്കുന്നതും, നമ്മൾ പലരും ഇരുന്ന് സ്കരിക്കുന്നു, ചിലർ കടന്ന് സ്കരിക്കുന്നവരുണ്ട്, നിന്ന് സ്കരിക്കുന്നവരുണ്ട്. ഇങ്ങനെയുള്ള ചെയ്യുന്ന ഒരുപാട് ദുർബലന്മാരുണ്ട്, കഷ്ടപ്പെട്ടവരുണ്ട്. എല്ലാവരുടെയും ഈ ജീവിതത്തിൽ നിന്ന് അവന് കിട്ടിയ അനുഗ്രഹത്തിന്റെ സ്തുതി കീർത്തനങ്ങൾ അല്ലാഹുവിനാണ്. അവനാണ് ജീവിപ്പിക്കുന്നവൻ, അവനാണ് മരിപ്പിക്കുന്നവൻ. നിങ്ങളെ ഒരു ഇണയായി ജീവിക്കാൻ ആണും പെണ്ണും എന്ന ഇണ നൽകുകയും ഈ ഇണകളെ നിങ്ങളുടെ മനസ്സിൽ സ്നേഹം കൊണ്ട് അല്ലാഹു തആല വിളക്കി ചേർക്കുകയും ചെയ്തത് അല്ലാഹു മാത്രമാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. നിങ്ങളുടെ വർണ്ണങ്ങൾ വ്യത്യാസമായി, നിങ്ങളുടെ മുഖഭാവങ്ങളും രൂപങ്ങളും വർണ്ണങ്ങളും വ്യത്യാസമായി, നിങ്ങളുടെ ഭാഷാ ശൈലികൾ വ്യത്യാസമായി. ഇല്ലേ, നമ്മളൊരു ഫോൺ ചെയ്യുമ്പോ ബോംബെയിൽ നിന്ന് അല്ലെങ്കിൽ ദുബായിൽ നിന്ന് ഒരാൾ ഫോൺ ചെയ്യുമ്പോ അയാളെ ഒച്ച കേട്ടപ്പോ നമുക്ക് മനസ്സിലായി, ഇത് അബ്ദുള്ള അല്ലേ, എനിക്ക് ഇത്ര ഒട്ടും മനസ്സിലായി. എന്റെ കൂറ്റ് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി. ലോകത്തുള്ള എത്ര ആയിരങ്ങളുമായി നമുക്ക് ബന്ധമുണ്ട്. പലരുടെയും ശബ്ദം കേൾക്കുമ്പോൾ വ്യത്യാസപ്പെടുന്നു നമ്മൾ. മനുഷ്യന്മാരുടെ ഭാഷാ വ്യത്യാസം. ഹറമിലൊക്കെ പോയി നോക്കിയാൽ അറിയാലോ, 100 ആളുകൾക്ക് 110 ഭാഷ ശൈലികൾ. ഇതൊക്കെ പഠിച്ചോ മാത്രം തരുന്ന അള്ളാഹുവിന്റെ കുതിർത്ത് മാത്രമാണ്. അതുപോലെ തന്നെ ഇടി, മിന്നല്, കാറ്റ്, അതുപോലെ മഴയിൽ നിന്ന് കിട്ടുന്ന കൃഷികൾ ഇല്ലേ, ഒരേ വെള്ളം. നമ്മള് ശാസ്ത്രീയമായിട്ട് ഫിസിക്സ് പഠിച്ചാൽ അത് H2O എന്ന് പറയുന്ന ഹൈഡ്രജനും ഓക്സിജനും അടങ്ങുന്ന ഒരേ വെള്ളം. പക്ഷെ അതിൽ നിന്ന് മധുരവും കയ്പും മഞ്ഞയും പച്ചയും ചുവപ്പും വൈവിധ്യങ്ങളാകുന്ന വർണ്ണങ്ങളും രുചികളും രൂപങ്ങളും ഭാവങ്ങളും ഉണ്ടാക്കി തരുന്നത് പഠിച്ചോ മാത്രമാണ്. വേറൊരാളെ കൊണ്ടും കഴിയില്ല, ഒരാളെ കൊണ്ടും കഴിയില്ല. അതുപോലെ തന്നെ ആകാശവും ഭൂമിയും ഈ നിൽക്കുന്ന ഈ നിലനിൽപ്പ്, അതുപോലെ പിന്നെ നമ്മുടെ തുടക്കം, ജീവിതത്തിന്റെ തുടക്കം, നമ്മുടെ മരണം, അങ്ങനെ ആ 10 ആയത്തുകളിലായി അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നമുക്ക് ആർക്കും കഴിയില്ല. അപ്പൊ നമ്മളെ നിലനിൽപ്പ് അള്ളാഹുവിനെ കൊണ്ടാണ്. അതാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹുവിനെ കൊണ്ടാണ്. ഇനി അവന് സംരക്ഷിച്ചാലല്ലാതെ നമുക്കൊട്ട് രക്ഷയില്ല. പഠിച്ചവന്റെ സംരക്ഷണമല്ലാതെ നമുക്ക് രക്ഷയില്ല. അപ്പൊ നമ്മൾക്ക് അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കുമ്പോ ആ തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഓർത്ത്, അള്ളാഹുവിന്റെ സംരക്ഷണം കിട്ടിയില്ലെങ്കിൽ ഞാനൊരടി പോലും പെടുന്നാണ്ട് മുന്നോട്ട് വെക്കുകയില്ല, ഈ വലിച്ചു കയറ്റിയ ശ്വാസം ഉച്ഛ്വസിക്കുകയില്ല എന്ന ആ ഒരു ബോധമുള്ള ഒരു ആയത്താണ്. ആ ബോധത്തോടു കൂടി ആയത്ത് ഓതുമ്പോ നമ്മുടെ മനസ്സിൽ വിനയം വരും. അതുപോലെ തന്നെ അർ റഹ്മാനുർ റഹീം, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന് കിട്ടുന്ന ഖുർആനിലെ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു പറഞ്ഞ അള്ളാഹുവിന്റെ 99 നാമങ്ങൾ അള്ളാഹു തആലക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. അതിലേറെ നാമങ്ങൾ ഖുർആനിൽ കാണാം. പല നാമങ്ങളും ഒരേ അർത്ഥം തന്നെയാണ്. ജബ്ബാർ, മുതകബ്ബിർ എന്നൊക്കെ പറഞ്ഞല്ലോ, ഖദീർ, അതൊക്കെ ഒരേ ആശയം തന്നെയാണുള്ളത്. അപ്പൊ അങ്ങനെയുള്ള നൂറിലേറെ അള്ളാഹുവിന്റെ നാമങ്ങൾ, ആ നാമങ്ങളിൽ ഏറ്റവും ആവർത്തിച്ചു പറഞ്ഞ നാമം റഹ്മത്താണ്. റഹ്മാൻ, അള്ളാഹുവിന്റെ റഹ്മത്താണ്. നബി പറയുന്നുണ്ട്, റഹ്മത്ത് എന്ന ഒരു സാധനം ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യം. സഹാബിമാരോട് പറഞ്ഞു, ഞങ്ങൾ പരമാവധി അള്ളാഹുവിനോട് അടുക്കാനുള്ള പ്രവർത്തനങ്ങൾ മിതമായ രൂപത്തിൽ ചെയ്തോളൂ. എല്ലാവരും പരമാവധി ചെയ്തോളൂ, ഒരിക്കലും വീഴ്ച വരുത്തരുത്. കാര്യഭൂവസിദ്ധിതു, എല്ലാം നേരെ ചൊവ്വ ചെയ്യുക, ഒരശ്രദ്ധമായി ഒന്നും ചെയ്യരുത്. വളരെ കൃത്യമായിട്ട് സദാതോടുകൂടി നേരെ ചെയ്യും. സദാത് എന്ന് പറഞ്ഞാൽ അമ്പ് അതിന്റെ ഉന്നത്തിലേക്ക്, മൃഗത്തിലേക്ക് അമ്പ് ഇങ്ങനെ ഉന്നം പിടിക്കുമ്പോ ആ മൃഗത്തിന്റെ തലക്ക് കൊള്ളണം അല്ലെങ്കിൽ കഴുത്തിന് കൊള്ളണം എന്ന് നേർക്കുനേരെ ഉന്നം പിടിക്കുന്നതിനാണ് സദാത് എന്ന് പറയുന്നത്.
അതുപോലെ നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ നേരെ പടച്ചവന്റെ ആ റഹ്മത്ത് ഇങ്ങനെ മനസ്സിൽ തട്ടിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രതികരണം കിട്ടുന്ന വിധത്തിലുള്ള ആ ഭക്തിയോടുകൂടിയുള്ള ആ ഒരു സത്യത പരമാവധി സദാതോടുകൂടി ഉന്നം പിടിച്ചുകൊണ്ട് അള്ളാഹുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾ അമലുകൾ ചെയ്യുക. എന്നിട്ട് നബി പറഞ്ഞു അബ്ശിറു, നിങ്ങൾ സന്തോഷിക്കുകയും ചെയ്യുക. ഒരു സന്തോഷം കിട്ടുന്നുണ്ട്. എന്താണ്? അമല് ചെയ്തവര് കുറച്ചേ ഉണ്ടാവുള്ളൂ. ചില ആളുകൾ കൂടുതൽ അമല് ചെയ്യും, കുറെ ആളുകൾ കുറച്ചേ അമല് ചെയ്യുള്ളൂ. അപ്പൊ ഒരു സന്തോഷം നബി പറഞ്ഞു. എന്താണത്? അന്നഹു ലൻ യൻജുവ അഹദും മിൻകും ബിഅമലിഹി, അമല് ചെയ്തു എന്നതുകൊണ്ട് ആരും രക്ഷപ്പെടില്ല. ചില ആളുകൾ 100 വട്ടം ഹജ്ജ് ചെയ്യുന്നുണ്ട്, ചില ആളുകൾ കോടികൾ ധർമ്മം സക്കാത്ത് കൊടുക്കുന്നുണ്ട്, കുറെ ആളുകൾ കൊല്ലം മുഴുവനും നോമ്പിന്റെ പുറമെ 13, 14, 15 അതുപോലെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് വെൽക്കുന്നുണ്ട്. അമലുകൾ വളരെ വളരെ കൂടുതൽ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. നബി പറഞ്ഞത് നിങ്ങൾ അമല് കൊണ്ട് നിങ്ങൾക്കൊരു സന്തോഷം. എന്താ സന്തോഷം? അമല് കൊണ്ട് രക്ഷപ്പെടണമെന്നില്ല. വലുമോ അമല് കൊണ്ട് ആരും രക്ഷപ്പെടില്ല. ഇത് പറഞ്ഞ നബിയോട് നിർത്തി. അപ്പൊ സഹാബിമാരാണ് അമല് കൊണ്ട് രക്ഷപ്പെടില്ല എന്ന് പഠിച്ചോനെ. റസൂലെ അമല് കൊണ്ട് രക്ഷപ്പെടൂലേ? ഞങ്ങൾ ഈ അമല് ചെയ്യാനാണ് ഈ പണിയൊക്കെ എടുക്കുന്നത്. 4 മൈലുകൾ അപ്പുറത്ത് നിന്നൊക്കെ ജമാഅത്തിൽ കൂടുന്നത് എന്തിനാ? 27 ഇരട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. കണ്ണുപൊട്ടനായ ഇബ്നു മക്തൂം പോലും 4 മൈൽ അപ്പുറത്തുനിന്ന് ആ ജമാഅത്തിന് ഓടി വരുന്നത്. കൈ പിടിക്കാനും പോലും ഒരാളില്ല. ഇങ്ങനെ കഷ്ടപ്പെടുന്നത് അമല് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. റസൂലെ അമല് കൊണ്ട് നിങ്ങളും രക്ഷപ്പെടൂലേ എന്ന് ചോദിച്ചപ്പോ നബി പറഞ്ഞത് ഇല്ല അൻ യതഗമ്മദനി വലാ അന ഇല്ല അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മതിൻ മിൻഹു ഫളൽ. അല്ലാഹുവിന്റെ റഹ്മത്തും ഫളലും കിട്ടാതെ അമല് ചെയ്തു എന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെടാൻ പോകുന്നില്ല. അല്ലാഹുവിന്റെ റഹ്മത്ത് അത്ര വലിയതാണ്. ഞാൻ അത്ര ചെയ്തു, ഇത്ര ചെയ്തു, രാത്രി അത്ര നേരം ഞാൻ നമസ്കരിച്ചു, ഇത്ര ഖുർആൻ ഓതി, ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ അള്ളാന്റെ റഹ്മത്ത് നമുക്ക് കിട്ടണം. ഇല്ല യതഗമ്മദനി അല്ലാഹു ബിറഹ്മതിൻ മിൻഹു ഫളൽ. അള്ളാഹു അവന്റെ റഹ്മത്ത് കൊണ്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ എനിക്ക് രക്ഷപ്പെടാൻ പോകുന്നില്ല. അപ്പൊ ഖുർആനിൽ പറഞ്ഞ ഏറ്റവും അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന 100-ലേറെ അസ്മാഉൽ ഹുസ്നയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അള്ളാഹുവിന്റെ സിഫത്ത്, അള്ളാഹുവിന്റെ ഇസ്മ റഹ്മാൻ റഹീം എന്ന റഹ്മത്തിൻ്റെതാണ്. അപ്പൊ ആ റഹ്മത്ത് എനിക്ക് കിട്ടണം എന്ന ബോധത്തോടുകൂടി അർ-റഹ്മാനിർ റഹീം എന്ന് നമ്മൾ ഇമാമിന്റെ കേൾക്കുമ്പോഴും നമ്മൾ ഒറ്റക്ക് ഓതുമ്പോഴും ഉണ്ടാവണം. എന്നാലേ ഫാത്തിഹ ആവുള്ളൂ. അല്ലെങ്കിൽ അതൊരു ശ്ലോകം പോലെ മാറുമെന്നല്ലാതെ അതിനൊരു അർത്ഥം. അപ്പൊ ഫാത്തിഹയുടെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങി ഉൾക്കൊള്ളണം എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. മാലിക് യൗമിദ്ദീൻ, വിചാരണ ദിവസത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹു. അന്ന് നമുക്ക് ആരും അമ്പിയാക്കന്മാര് പോലും ഓരോരുത്തരും പ്രാർത്ഥിക്കുന്ന ഒരു ദിവസം, വിളിക്കുന്ന ദിവസം. നഫ്സി നഫ്സി നഫ്സി. അമ്പിയാക്കന്മാര് മുഴുവനും എന്റെ നഫ്സേ, എന്റെ തടി എന്ന് പറയുന്ന ഒരു ദിവസമാണ്. അന്ന് ആ ദിവസത്തിന്റെ ഉടമ ആരാണോ ആ ഉടമയിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടുള്ളൂ. മാലിക് യൗമിദ്ദീൻ എന്നും മലിക് യൗമിദ്ദീൻ 2 രൂപത്തിലും ഖിറാഅത്തുണ്ട്. ദീൻ എന്ന് പറഞ്ഞാൽ വിചാരണ ദിവസം, അല്ലെങ്കിൽ ദീനിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ആചാരം, ആദർശം, വിശ്വാസം, അതുപോലെ തന്നെ ക്രമങ്ങൾ, വിചാരണ, പല അർത്ഥമുണ്ട്. ഏതായിരുന്നാലും എല്ലാത്തിന്റെ, എല്ലാ ആരാധനക്കും കൂലി കിട്ടുന്ന ദിവസം, എല്ലാ ക്രമങ്ങളും കൃത്യമായി പാലിക്കപ്പെടുന്ന ദിവസം, എല്ലാ ആചാരങ്ങൾക്കും ആരാധനകൾക്കും ആദർശങ്ങൾക്കും അംഗീകാരം ലഭിക്കുന്ന ദിവസം, അള്ളാഹുവിന്റെ ശരിയും തെറ്റും വിചാരണ ചെയ്ത് തീർപ്പാക്കുന്ന മാലിക് യൗമിദ്ദീൻ, ആ വിചാരണ ദിവസത്തിന്റെ ഉടമസ്ഥൻ, അല്ലെങ്കിൽ മലിക് യൗമിദ്ദീൻ. അപ്പൊ നമ്മൾ ആഖിറത്തിൽ ഞാനേ ഉണ്ടാവുകയുള്ളൂ, എന്റെ ഈ ഫാത്തിഹയെ ഉണ്ടാവുകയുള്ളൂ, എന്റെ ഈ നമസ്കാരമേ ഉണ്ടാവുകയുള്ളൂ, ഞാൻ ചെയ്തതേ എനിക്കുണ്ടാവുകയുള്ളൂ, എന്റെ മനസ്സിലെ ഇഖ്ലാസ് മാത്രമേ എനിക്കുണ്ടാവുകയുള്ളൂ. ആ പരലോകത്ത് വേറെ ആരും എനിക്കൊന്നും തരില്ല. യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ശൈഅ. ഒരു നഫ്സും മറ്റൊരു നഫ്സിനും ഒന്നും കൊടുക്കാത്ത ഒരു ദിവസം പടച്ചോൻ തന്നിട്ട് വേണം എന്ന ഒരു ബോധത്തോടുകൂടി മാലിക് യൗമിദ്ദീൻ എന്ന് പറയാൻ നമുക്ക് കഴിയണം.
അപ്പോഴാണ് ഫാത്തിഹ ശ്ലോകമല്ലാതെ അതൊരു പ്രാർത്ഥനയും അതൊരു ദിക്റുമായി മാറുന്നത്. എന്നിട്ടോ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അതാണ് പടച്ചോനെ നമ്മളും കൂടി ഭാഗിച്ചെടുക്കാൻ പപ്പാതിയായി. ഇയ്യാക നഅ്ബുദു, പടച്ചോനെ ഇബാദത്തൊക്കെ ഞാൻ നിനക്ക് തരാം, നിനക്ക് മാത്രം, വേറെ ആർക്കും കൊടുക്കില്ല, നിനക്ക് മാത്രം ഇബാദത്ത്, എന്റെ അങ്ങേയറ്റത്തെ വണക്കവും താഴ്മയും പ്രാർത്ഥനകളും വഴിപാടുകളും എല്ലാം നിനക്ക് തരാം, എന്റെ സഹായം എനിക്ക് വേണം. അപ്പൊ ആ ഒരു സഹായത്തിന്റെ ആ ഒരു പ്രാർത്ഥന അള്ളാഹ്ക്കും കൊടുത്തു. ഇതുവരെയുള്ളത് അള്ളാഹ്ക്ക് കൊടുത്തിട്ട് ഇങ്ങോട്ട് ചോദിച്ചു തുടങ്ങാണ്. അപ്പൊ അള്ളാഹുവിന്റെ സഹായം എന്തിനാണ്? നമുക്ക് എന്ത് സഹായമാണ് വേണ്ടത്? അള്ളാഹുവിനോട് അള്ളാഹിനോട് ചോദിക്കാതെ തന്നെ നിസ്കരിക്കാൻ വരാൻ നമുക്ക് സഹായം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സഹായം വന്നിട്ടൊന്നും ചോദിച്ചിട്ടല്ല, പക്ഷെ അള്ളാഹുവിന്റെ പ്രത്യേകമായ സഹായം കിട്ടേണ്ട ഒന്നുണ്ട്. അള്ളാഹു നമുക്ക് സമ്പത്ത് തരും, ആരോഗ്യം തരും, കൂട്ടുകുടുംബങ്ങളെ തരും, സന്തോഷങ്ങൾ തരും, ഒക്കെ അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചില്ലെങ്കിലും അള്ളാഹ് തന്നുകൊണ്ടിരിക്കുക. കാരണം അള്ളാഹു റഹ്മാനാണ്. അള്ളാഹു അവന്റെ ഖജനാവ് നമുക്ക് തുറന്നു തന്നതാണ്. ഏറ്റക്കുറവുണ്ടാവുന്ന മാത്രം. പക്ഷെ ചോദിച്ച് കിട്ടേണ്ട കുറച്ച് സഹായം അത് ചോദിച്ചാലേ കിട്ടും, വെറുതെ കിട്ടില്ല. അതെന്താണ്? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നേരെ ചൊവ്വയുള്ള മാർഗത്തിലേക്ക് എന്നെ നീ ചേർക്കണമേ, വഴി കാണിക്കണമേ എന്നല്ല. ഹദാ യഹ്ദി എന്ന് പറഞ്ഞാൽ വഴി കാണിച്ചു എന്നൊരർത്ഥം, ചേർത്തു എന്നൊരർത്ഥം. അമ്പിയാക്കന്മാർക്കും നമുക്കൊക്കെ ഒരാൾക്ക് വഴി കാണിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ. നബിമാർക്ക് ഇന്നതാണ് ശരിട്ടാ, നിങ്ങൾ അങ്ങനെ ചെയ്യണട്ടോ, മറ്റേ തെറ്റാണ് കേട്ടോ എന്ന് പറയാനേ കഴിയുള്ളൂ. അമ്പിയാക്കന്മാർക്ക് ചേർക്കാൻ കഴിയും. എന്നാൽ വഴിയിൽ ചേർത്ത് തരേണ്ടത് ആരെ? ചേർത്ത് കൊടുക്കാൻ കഴിവുള്ളത് അള്ളാഹ്ക്ക് മാത്രം. നിങ്ങൾ നോക്ക്, അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മൂത്താപ്പയാണ് അബൂ താലിബ് നബി ജനിച്ചപ്പോ തൊട്ടിലിട്ട് ആട്ടിയ ഇത് അബൂ താലിബാണ്. ആ കുട്ടീനെ, കാരണം യത്തീമാണല്ലോ, അഞ്ചന്റെ കുട്ടി, അബ്ദുള്ളന്റെ കുട്ടി ഉണ്ടായപ്പോ യത്തീം കുട്ടിയാണ്. അപ്പൊ മുത്താപ്പാക്ക് കുറച്ചും കൂടി ഒരു സ്നേഹം കൂടി ആ കുട്ടിനെ അൽഹംദുലില്ലാഹില്ലദീ അഅ്താനി ഹാദൽ ഗുലാമ ത്വയ്യിബൽ അർദാനി തൊട്ടിലിട്ട് അബൂ താലിബ് ആട്ടുന്ന കഥയുണ്ട് ചരിത്രത്തിൽ. തൊട്ടിലിട്ട് ആട്ടി വളർത്തി വലുതായി. പിന്നെ തന്റെ കുട്ടികൾക്ക് കൊടുക്കുന്നതിന്റെ ഇടക്ക് ഈ യത്തീം കുട്ടിക്ക്, അഞ്ചന്റെ കുട്ടിക്ക് തിന്നാൻ കൊടുത്തിട്ടേ അബൂ താലിബ് കൊടുക്കുള്ളൂ. തന്റെ കുട്ടികൾക്ക് വസ്ത്രം ധരിപ്പിക്കുന്നതിന് മുമ്പ് അഞ്ചന്റെ കുട്ടിക്ക് കൊടുത്തിട്ടേ അബൂ താലിബ് കുട്ടിനെ വളർത്തുള്ളൂ. അത്ര ഗംഭീരമായി സ്നേഹത്തോടുകൂടി തലയിൽ വെച്ച്, നമ്മൾ പറയല്ലോ തലയിൽ വെച്ചാൽ പേനരിക്കും, നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കും, അങ്ങനെ നോക്കി വളർത്തിയ അബൂ താലിബ് 40 കൊല്ലം കഴിഞ്ഞപ്പോ അബൂ താലിബിന്റെ ദീന് വിട്ട് പുതിയ ദീനിലേക്ക് വന്നു മുഹമ്മദ് നബി. അപ്പോഴും അബൂ താലിബ് പറഞ്ഞു, മോനെ അന്നെ ഞാൻ വിടൂല, ജിന്റെ ദീൻ ഒഴിവാക്കി. ഞാൻ മക്കയിലെ മുശ്രിക്കീങ്ങളുടെ നേതാവും കഅബയുടെ മുത്തവല്ലിയാണ്, അതൊക്കെ ജി ഒഴിവാക്കി, ഈ ബിംബങ്ങളൊക്കെ ജി ഒഴിവാക്കി. എന്നാലും നിന്നെ ഞാൻ സംരക്ഷിക്കും. ഖുറൈശികളെല്ലാം കൂടി നീ നമ്മളുടെ പഴയ ദീൻ ഒഴിവാക്കി, നമ്മളെ ബിംബങ്ങളെ ഒഴിവാക്കി, നീ ആചാരങ്ങളെ ഒഴിവാക്കിയിട്ട് പുതിയൊരു മതവുമായി വന്നതിന്റെ പേരിൽ ഖുറൈശികളെല്ലാവരും നിന്നെ ആക്രമിക്കാൻ വന്നാൽ അവർക്ക് നിന്നെ തൊടാൻ കഴിയില്ല ഞാൻ മരിക്കാതെ. 40 വയസ്സിന്റെ ശേഷവും അബൂ താലിബ് നബിയെ സംരക്ഷിച്ചു. അത്രയധികം മുശ്രിക്കായ അബൂ താലിബ്. പക്ഷേ ആ അബൂ താലിബിനെ ഹിദായത്തിലാക്കാൻ നബിക്ക് സാധിച്ചില്ല. മുസ്ലിമായി മരിക്കാനുള്ള ഭാഗ്യം അബൂ താലിബിനുണ്ടായില്ല. അത് നമ്മൾ മനസ്സിലാക്കുക. ജനസേവനം, എത്ര ജനസേവനം ചെയ്താലും മുസ്ലിമായി മരിക്കണമെങ്കിൽ അള്ളാന്റെ ഹിദായത്ത് വേറെ കിട്ടണം. അബൂ താലിബിനെ പോലെ ജനസേവനം, അന്ത്യപ്രവാചകനെ ചെറുപ്പം മുതൽ വളർത്തി നബി ആയതിന്റെ ശേഷവും ഖുറൈശികളെ മൊത്തം വെല്ലുവിളിച്ചു, എന്റെ തല മണ്ണിൽ കുത്താതെ നിന്നെ ഈ മുഹമ്മദിനെ നിങ്ങൾ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞ അബൂ താലിബിന് നബിക്ക് ഹിദായത്താക്കാൻ കഴിഞ്ഞില്ല. മരണനേരത്ത് വാതിൽക്കൽ തലക്കാമ്പുറത്ത് ചെന്ന് നബി അബൂ താലിബിനോട് പറഞ്ഞു, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അമ്മേ മുത്താപ്പ ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി, ഇത്രയായില്ലേ, നിങ്ങൾ മരിക്കാൻ പോയല്ലോ, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോളി. പക്ഷെ അദ്ദേഹം ചൊല്ലിയില്ല.
കാരണം അതാ ധിക്കാരമായിരുന്നു, തന്റെ മതത്തിലുള്ള ആ പ്രതാപത്തിന്റെ ആ അഹങ്കാരം. അപ്പൊ ഇഹ്ദിന, എന്നെ നീ ചേർക്കണമേ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അള്ളാഹുവിനെ ഹിദായത്തിൽ ചേർക്കുക എന്ന് പറയുന്നത് നബിന്റെ കൂടെ ജനനം മുതൽ 40 വയസ്സ് വരെ പോറ്റി വളർത്തിയ അബൂ താലിബിന് പോലും ഹിദായത്തിൽ ചേരാൻ പറ്റിയില്ല. ഒരു പാർട്ടിക്കാരന്റെ ഒപ്പം വെറുതെ നടന്നാലും അവന് മെമ്പർഷിപ്പ് കിട്ടും. അപ്പൊ ആ പാർട്ടിയിൽ വിശ്വാസമില്ല. നിങ്ങൾ നോക്കൂ, മുനാഫിക്കുകൾ നബി 40 വയസ്സ് മുതൽ നബി നുബുവത്ത് കിട്ടി, നബിയുടെ മരണം വരെ 23 കൊല്ലവും നബിയുടെ കൂടെ നടന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. മുനാഫിക്കുകൾ നബിന്റെ ഒപ്പം നടന്നിട്ട് ഹിദായത്ത് കിട്ടിയിട്ടില്ല. അപ്പോ ഇഹ്ദിന സിറാത്തുൽ ഹിദായത്ത് കിട്ടുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഒരു റഹ്മത്ത് തന്നെ. ആ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, അള്ളാഹുവേ നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ വഴി ചേർക്കണം, വഴി കാണിക്കലല്ല, കാണിച്ചിട്ടുണ്ട്. നമ്മളെ ഉസ്താദുമാരും ഗുരുനാഥന്മാരും ബാപ്പയും ഉമ്മയും അതുപോലെ അമ്പിയാക്കന്മാരൊക്കെ നമുക്ക് വഴി കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ ചേർക്കണമെങ്കിൽ അത് അള്ളാഹുവിന്റെ ഒരു മഹത്തായ കാരുണ്യമാണ്. അപ്പൊ നമ്മൾ ആ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം ഓതുമ്പോ ആ ഒരു ബോധം നമുക്കുണ്ടാവണം. എന്നിട്ട് അതേതാ വഴി? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച അമ്പിയാക്കന്മാര്, സാലിഹീങ്ങൾ, ശുഹദാക്കള്, അതുപോലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന മുത്തഖീങ്ങളും നല്ലവരുമായി അള്ളാഹുവിനെ അറിയുന്ന ഏറ്റവും നല്ല ആളുകൾ ആരാണോ അവരുടെ മാർഗത്തിലേക്ക് ചേർക്കണം. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, അള്ളാഹുവിന്റെ കോപം സിദ്ധിച്ച ആളുകളുടെ കൂട്ടത്തിലേക്ക് ചേർക്കരുത്. അള്ളാഹുവിന്റെ കോപം കിട്ടിയ കുറെ ആളുകളുണ്ട്. അതാരാണ്? അള്ളാഹുവിനെ പറ്റി പഠിച്ചു, മനസ്സിലാക്കി, ഖുർആൻ മനസ്സിലാക്കി, ദീനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു, എന്നാലും നമ്മളെ കാര്യം എത്തുമ്പോ നമുക്ക് അള്ളാഹു വേണ്ട. നമ്മൾ ദീനിൽ ഹറാമോ ഹലാലോ നമ്മൾ ശ്രദ്ധിക്കണില്ല. നമ്മള് മൊബൈൽ എടുത്താൽ ഹറാമ് കാണാൻ പാടില്ല, ഹറാമ് ഹലാല് കാണാൻ പാടുള്ളൂ എന്നുള്ള ചിന്ത നമുക്കില്ല. അത് നമ്മളെ ഹറാമോ ഹലാലും കൂട്ടിക്കലർത്തും. നമ്മളെ സമ്പത്ത് അത് സക്കാത്ത് കൊടുക്കണം എന്നുള്ള ചിന്ത ഇല്ല. അതവിടെ കിടക്കട്ടെ, ആഭരണം കഴുത്തിലും കാതിലും വെച്ച് അത് സക്കാത്തിന്റെ പിന്നാലോചിക്കുക. അവിടെ സമ്പത്തിന്റെ കാര്യത്തിൽ സക്കാത്തില്ല. നമ്മൾ തിന്നുന്ന കാര്യത്തിൽ ഹറാമോ ഹലാലും ഇല്ല. ജനങ്ങളോട് സംസാരിക്കുന്ന കാര്യത്തിൽ ഹറാമോ ഹലാലും ഇല്ല. രഹസ്യ ജീവിതത്തിൽ ഹറാമോ ഹലാലും ഇല്ല. അതാണ് മഗ്ദൂബി അലൈഹി. എല്ലാം പഠിച്ചിട്ടും, അതാ ജൂതന്മാര് അല്ലദീന യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. അതായത് ജൂതന്മാരെ പറ്റി പറഞ്ഞത് മുഹമ്മദ് നബിയെ സ്വന്തം മകനെ അറിയുന്ന പോലെ ഓൽക്കറിയാം. മക്കളെ നമ്മൾ നന്നായി അറിയല്ലോ, അതുപോലെ മുഹമ്മദ് നബി സത്യവാനാണെന്ന് അറിയാം. പക്ഷെ അറിഞ്ഞിട്ടും വിശ്വസിക്കാതെ അള്ളാഹുവിന്റെ കോപത്തിന് വിധേയരായ ആളുകൾ. അത് നമ്മൾ ആവരുത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് വെക്കുന്നുണ്ട്, ഹജ്ജ് ചെയ്യുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്, പക്ഷെ ഹറാമുകൾ പ്രവർത്തിച്ച് തെറ്റുകൾ അറിയാതെ വന്നു പോയേക്കാം. അതിനാണ് പശ്ചാത്താപം തൗബ. പക്ഷെ കരുതിക്കൂട്ടി തിന്മകൾ ചെയ്ത് ഹറാമും ഹലാലും വേർതിരിക്കാതെ ജീവിച്ചിരുന്ന ജൂതന്മാരെ പോലെ നമ്മൾ അള്ളാഹുവിന്റെ കോപത്തിന് വിധേയമായവരുടെ കൂട്ടത്തിൽ പെടരുത്. അപ്പൊ നമ്മളിങ്ങനെ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം എന്ന് പറയുമ്പോ ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവണം. പഠിച്ചോനെ, നീ എനിക്ക് ഒരുപാട് അനുഗ്രഹം ചെയ്തു, അമ്പിയാക്കന്മാരുടെ ദീനും കാര്യങ്ങളൊക്കെ എന്നെ നീ പഠിപ്പിച്ചു. പക്ഷെ ഞാൻ കോപിക്കപ്പെട്ടവനാണല്ലോ, ഞാൻ രഹസ്യമായി ഇന്ന തെറ്റുകളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അത് ഒഴിവാക്കണ്ടേന്ന് ഒരൊറ്റ ഫാത്തിഹ കൊണ്ട് നമുക്ക് മാറ്റം കിട്ടും. ആത്മാർത്ഥമായി നമ്മൾ ഫാത്തിഹ ഓതണമെങ്കിൽ. വലദ്ദാലീൻ, രണ്ടാമത്തൊരു കൂട്ടരാരാ? പേച്ചുപോയ 3 കൂട്ടരാണ്. ഒന്ന് ദീനുള്ള ഈ മുഅ്മിനീങ്ങൾ, മറ്റൊന്ന് മഗ്ദൂബി അലൈഹിം, ഈമാനും ഇസ്ലാമും ഒക്കെ ഉണ്ട്, അറിവുണ്ട്, ഇൽമും ഉണ്ട്, പക്ഷെ എല്ലാ ഹറാമും എല്ലാ തോന്നിയാസങ്ങളും ഹക്കം കിട്ടിയാ ചെയ്യുന്നവർ. മറ്റത് വലദ്ദാലീൻ, ഒക്കെ അറിയാം, പക്ഷെ അറിഞ്ഞതൊക്കെ നേർക്ക് വഴിയല്ല, അനാചാരങ്ങളും അന്ധവിശ്വാസവും. ക്രിസ്ത്യാനികൾ എന്നാണ് അവരെ പറ്റി മുഫസ്സിറുകൾ പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ ഓല് എല്ലാ ഇബാദത്തും കൃത്യമായി വളരെ കഷ്ടപ്പെട്ട് ചെയ്യുന്നുണ്ട് ഇബാദത്തൊക്കെ, പക്ഷെ പറഞ്ഞ മാർഗത്തിലല്ല, അല്ലാഹു റസൂലും പഠിപ്പിച്ച മാർഗത്തിലല്ല. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ദിക്റും തസ്ബീഹും ഒക്കെ ഉണ്ട്, പക്ഷെ അല്ലാഹു റസൂലും പഠിപ്പിച്ച പോലെയല്ല. അങ്ങനെ ഇല്ലേ മുസ്ലിങ്ങളിൽ എത്ര ആളുകൾ എല്ലാ തോന്നിവാസങ്ങളും ചെയ്യുന്ന, എന്നാ 5 നേരം നിസ്കരിക്കുന്ന, നോമ്പ് വെക്കുന്ന മുഅ്മിനീങ്ങൾ.
പിന്നെ 5 നേരം നിസ്കരിക്കുന്നു, നോമ്പ് കൊടുക്കുന്നു, ഒന്നും അള്ളാഹുവിന്റെ റസൂലും പറഞ്ഞതല്ല. ഒക്കെ ബിദ്അത്തുകളും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളുമായി കഴിഞ്ഞുകൂടുന്ന വലല്ലാഹി പിഴച്ചുപോയ വഴിതെറ്റിപ്പോയ ഈ കൂട്ടത്തിലല്ല. അപ്പൊ എന്നെ സിറാത്തുൽ മുസ്തഖീമിൽ എത്തണം, ഐക്കത്തരുത്. സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഞാൻ എത്തി, പക്ഷെ മഗ്ലൂബും കൂടി ആവരുത്, പിഴച്ചുപോയ അന്ധവിശ്വാസിയും ആവരുത്. നേരെ മറിച്ച് അമ്പിയാക്കന്മാര് പഠിപ്പിച്ച ദീനിൽ നേരെ നിർത്തണം എന്നിങ്ങനെയുള്ള ഈ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഫാത്തിഹ ഓതുകയാണെങ്കിൽ ആ ഫാത്തിഹയ്ക്ക് ശേഷം ഇമാമിന്റെ കൂടെ ആമീൻ. പൊതുവെ നമ്മൾ പള്ളികളിലൊക്കെ കാണാം പലയിടത്തും ഇമാമു വലല്ലാഹീൻ എന്ന് പറഞ്ഞു കഴിയുന്നതിന്റെ ഇടയ്ക്ക് തന്നെ ആമീൻ എന്ന് പറയും. അത് പാടില്ല. ഇമാം അത് പറഞ്ഞു കഴിഞ്ഞ് ഫഇന്നഹു ഫഇദാ അമ്മനൽ ഇമാമു ഫഅമ്മിനു, ഇമാമ് ആമീൻ എന്ന് പറയുമ്പോ നിങ്ങളും ആമീൻ എന്ന് പറഞ്ഞു. ഈ ആമീൻ എന്നുള്ള വാക്കുണ്ട്, അത് ആയത്തല്ല, ഖുർആനിൽ പെട്ടതല്ല. ആമീൻ എന്നുള്ള വാക്ക് മുഫസ്സിറുകൾ പറയുന്നത് ഇബ്രാഹിമി മതക്കാരെല്ലാരും പറയുന്നതാണ്. ജൂതന്മാരും ക്രിസ്ത്യാനികളും സബൂറിന്റെ ആളുകളും സാബിയുകളും ഒക്കെ പറയുന്നുണ്ട് ആമീൻ. നമ്മൾ ആമീൻ എന്ന് പറയുമ്പോ മറ്റോല് ആമേൻ എന്ന് പറയും. എല്ലാവർക്കും കൂടിയുള്ള എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യണമെന്ന് ഇബ്രാഹിം അലി ഇസ്ലാമിന്റെ സന്താന പരമ്പരകളിൽ ഉണ്ടായ എല്ലാ മതക്കാരും പറയുന്ന ഒരു വാക്കാണത്. ഖുർആനിൽ പെട്ടതല്ല. ആമീൻ എന്ന് പറയണം എന്ന് നബി പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അത് ഖുർആന്റെ ഒരു ആയത്തിൽപ്പെട്ടതല്ല. അപ്പൊ നബി പറഞ്ഞത് എന്താ? ഇമാമ് ആമീൻ പറഞ്ഞാൽ നിങ്ങളും ആമീൻ പറയുക. കാരണം ഇമാമിന്റെ കൂടെ നമ്മൾ ആമീൻ പറയുമ്പോഴാണ്, ഇമാമിന്റെ ഒപ്പമാണ് മലക്കുകൾ ആമീൻ പറയും. നമ്മൾ ആമീൻ പറയുമ്പോ, ഇമാം ആമീൻ പറയുമ്പോ മലക്കുകളും ആമീൻ പറയുന്നുണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യണമേ എന്ന് നമ്മൾ പറയുമ്പോ ഇവരുടെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം ചെയ്യണമേ എന്ന് അള്ളാഹുവിനോട് മലക്കുകളും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മലക്കുകളുടെ ആമീനും ഇമാമിന്റെ ആമീനും നിങ്ങളുടെ ആമീനും ഒപ്പമായി ചേർന്നാൽ പാപങ്ങളൊക്കെ പൊറുക്കും. സഹോദരങ്ങളെ, ഇങ്ങനൊക്കെ നോക്കുകയാണെങ്കിൽ ഒരൊറ്റ ഫാത്തിഹ മതി നമ്മുടെ ജീവിതം മാറ്റാൻ. പക്ഷെ എന്തു വേണം? ഫാത്തിഹ നമ്മൾ പഠിക്കണം, ഫാത്തിഹയുടെ കൂടെ നമ്മൾ ജീവിക്കണം. ഫാത്തിഹ നമ്മൾ എന്നും ഓതുന്നതായതുകൊണ്ട് അവഗണിക്കാതിരിക്കുകയും ഫാത്തിഹ ഓരോ ഫാത്തിഹയിൽ നിന്നും നമുക്ക് കൂടുതൽ കൂടുതൽ ഊർജം ലഭിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ പെടുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.